ഭൂപ്രഭുക്കൾ, നാട്ടുപ്രമാണിമാർ, വലിയ വലിയ കച്ചവടക്കാർ, അധികാരത്തിന്റെ കസവിട്ടവർക്ക് കൈകൊടുക്കുന്ന പോലീസ് 57-ൽ അവസാനിച്ചിരുന്നില്ല കേരളത്തിൽ. അതിങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും നിർബാധം തുടരുന്നത് എല്ലാ കാലത്തും കണ്ടു, എല്ലാ നാട്ടിലും കണ്ടു. അവിടെ സ്റ്റേഷൻ വരാന്തയുടെ ഓരത്ത് പതുങ്ങി നിൽക്കുന്നവൻ സാധാരണക്കാരനാകും. ചോദിക്കാൻ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയോ ലോക്കൽ സെക്രട്ടറിയോ കൂടെ കൂട്ടിയപ്പോൾ മാത്രമാണ് പോലീസിന്റെ ശബ്ദം താഴുക. അക്കാലവും തീർന്നെന്ന സഖാക്കളുടെ ടൈം ലൈൻ തന്നെ അക്ഷരസാക്ഷ്യമാകുന്നു. പോലീസ് സംഘരാഷ്ട്രീയത്തിന് ലാഭമുണ്ടാക്കി കൊടുക്കുന്ന കച്ചവടക്കാരായി മാറിയെന്ന് പറയുന്നത് കടന്നലുകളിൽപ്പെട്ടവർ കൂടിയാണ്. എല്ലാം കയ്യിൽ നിന്ന് പോയപ്പോഴാണോ പാർട്ടി അംഗത്വത്തിന്റെ ബാധ്യത പേറാത്ത MLA പുറത്തിറക്കിയത്? ജാഗ്രതയെല്ലാം കൈവിട്ടപ്പോഴാണോ കൊട്ടാര വിപ്ലവത്തിന് തുടക്കമിട്ടത്? പാർട്ടി അറിയാതെ അൻവർ ഇറങ്ങില്ല എന്ന അരിയാഹാരം കഴിക്കുന്നവർക്ക് ഇന്ന് മനസ്സിലായി കാണും. MV ഗോവിന്ദനെ കണ്ട അൻവർ ഇന്നലെ കണ്ട അൻവറേ ആയിരുന്നില്ല. അവസാന ജയം അൻവറിനാകുമോ? വിപ്ലവം വിജയിക്കുമോ? അല്ല, ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ട് എനിക്കൊരു ഉറപ്പ് എവിടെ നിന്നും ലഭിച്ചിട്ടില്ല. നീതിപൂർവമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുമെന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമെന്നും ആ കുറ്റം ചെയ്തവർ അതിന് അനുസൃതമായ ശിക്ഷയ്ക്ക് വിധേയമാകുമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. എന്തുകൊണ്ട് ഈ പോലീസ് ജനങ്ങളെങ്ങനെ നിരന്തരമായി ഉറപ്പിക്കുന്നു? എന്താണ് ഇതിന് കാരണം? എന്തുകൊണ്ട് തൃശ്ശൂർ പൂരം കലക്കുന്നു? എന്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ അലങ്കോലപ്പെടുത്തിയവർ അങ്ങനെ അലങ്കോലപ്പെടുത്തിയിട്ടില്ല, അവർ അക്രമികളാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുമ്പോൾ അത് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിയുമ്പോൾ സഖാക്കൾക്കെതിരെ കേസെടുക്കുന്നു. ഇങ്ങനെ ഒരു വൃത്തികെട്ട പോലീസ് അങ്ങനെ അങ്ങ് ഉണ്ടാകുമോ കേരളത്തിൽ? ആ അന്വേഷണമാണ് ഇന്നിവിടെ എത്തിച്ചിട്ടുള്ളത്. വിദ്യാമന്ദിർ സ്കൂളിൽ വെച്ച് RSSന്റെ ഒരു ക്യാമ്പ് നടന്നിരുന്നു. ആ RSSന്റെ ക്യാമ്പിൽ അവരുടെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബള പങ്കെടുത്തിരുന്നു. ആ RSS ജനറൽ സെക്രട്ടറിയെ കാണാൻ മുഖ്യമന്ത്രി ഈ ADGP ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള അജിത് കുമാറിനെ പറഞ്ഞയച്ചിരുന്നു. തൃശൂർ പൂരം കലക്കി BJPയെ ജയിപ്പിക്കാൻ പോലീസിനെ കൊണ്ട് ഇടപെടിച്ച് കലക്കിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടുകൂടി അതിന് നേതൃത്വം കൊടുത്ത ആളാണ് ADGP. ചർച്ചയിൽ ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസിൽ നിന്നും, ഡോക്ടർ B ജയരാജ് ഇടത് നിരീക്ഷകൻ, അഡ്വക്കേറ്റ് BG വിഷ്ണു BJPയിൽ നിന്ന്, ഡോക്ടർ ആസാദ് നിരീക്ഷകൻ, KM ബഷീർ വിവരാവകാശ പ്രവർത്തകൻ എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇന്നലെ അൻവർ പറഞ്ഞത് നമ്മൾ കേട്ടു, ഇന്ന് അൻവർ പറഞ്ഞതും നമ്മൾ കേട്ടു. ഇന്ന് MV ഗോവിന്ദനെ കണ്ട് തെളിവുകൾ മുഖ്യമന്ത്രിക്ക് കൈമാറിയ അതേ രൂപത്തിൽ തെളിവുകൾ എഴുതി നൽകിയ ശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. ഇന്നത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്നും കോൺഗ്രസിന് മനസ്സിലായത് എന്താണ്? അല്ല, കോൺഗ്രസ്സിന് എന്നല്ല, കേരളത്തിലെ രാഷ്ട്രീയം വീക്ഷിക്കുന്ന ആർക്കും ഒന്നും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മനസ്സിലാകുന്നില്ല. ഈ സംസ്ഥാനത്ത് കേട്ടുകേഴ്വിയില്ലാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഞാൻ അതിലേക്ക് വരാം. ഇവിടെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഞാൻ എല്ലാ ചാനലുകളും മറിച്ച് നോക്കി. ഈ ചർച്ചയിലൊക്കെ പാർട്ടി ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പാർട്ടിയുടെ പ്രതിനിധിയെ ചർച്ചയിലേക്ക് അയക്കുന്ന പതിവ് CPMനുണ്ട്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ചായാലും അതിനുശേഷം EP ജയരാജൻ്റെ വിഷയത്തിലും ഇപ്പോൾ ഈ വിഷയത്തിലും ഈ PV അൻവറിൻ്റെ വിഷയത്തിലുമൊന്നും ഒരു പാർട്ടിയുടെ പ്രതിനിധിയും കാണുന്നില്ല. PV അൻവറിൻ്റെ വിഷയത്തിൽ പാർട്ടിയുടെ നിലപാട് മുഖ്യമന്ത്രി അഥവാ സർക്കാരിൻ്റെ നിലപാട് മുഖ്യമന്ത്രി തന്നെ പോലീസ് അസോസിയേഷൻ്റെ യോഗത്തിൽ തന്നെ വ്യക്തമാക്കി എന്നാണ് സർക്കാരിൻ്റെ ഭാഷ്യം. അങ്ങനെയാണെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ പോലും എന്തുകൊണ്ട് പാർട്ടി പ്രതിനിധികൾ വരുന്നില്ല? ഇനി പാർട്ടിയുടെ അനുമതിയില്ലാതെ പാർട്ടിയുടെ സഹയാത്രികരെ പോലും അയക്കാൻ അല്ലെങ്കിൽ നിരീക്ഷകരെ പോലും അയക്കാൻ പാർട്ടിക്കാവില്ല. പാർട്ടി അത് ചെയ്യുകയുമില്ല. അപ്പോൾ പാർട്ടിയുടെ അനുമതിയോടുകൂടി യഥാർത്ഥ ഡിബേറ്റേഴ്സ് വരാതിരിക്കുകയും പാർട്ടിയുടെ സഹയാത്രികരെ പാർട്ടി അയക്കുകയും ചെയ്യുന്നത് തന്നെ ഒരു ഇരട്ടത്താപ്പാണ്, ഒരു ഒളിച്ചോട്ടമാണ് എന്ന് ഞാൻ ഈ റിപ്പോർട്ടിൻ്റെ പ്രേക്ഷകരെ ബോധ്യപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇവിടെ PV അൻവറിനെ സംബന്ധിച്ച് PV അൻവർ ഈ സംസ്ഥാനത്ത് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പത്രസമ്മേളനങ്ങൾ നമുക്കറിയാം. അദ്ദേഹം എവിടെ നിന്നാണ് തുടങ്ങിയതെന്ന്. അദ്ദേഹം ആദ്യം തുടങ്ങുന്നത് പോലീസ് അസോസിയേഷൻ്റെ തന്നെ മലപ്പുറത്തെ ജില്ലാ സമ്മേളനത്തിലാണ്. അവിടുത്തെ SP-യുമായി അദ്ദേഹം തർക്കമുണ്ടാക്കുന്നു. SP ഒരു വാചകത്തിൽ അവസാനിപ്പിക്കുന്നു. തൊട്ടടുത്ത ദിവസം അദ്ദേഹം മരമുറി അന്വേഷിക്കാൻ പോകുന്നു. അതിനടുത്ത ദിവസം അദ്ദേഹം അവിടെ ഒന്ന് സത്യാഗ്രഹം ഇരിക്കുന്നു. അതിനടുത്ത ദിവസം അദ്ദേഹം സുജിത് ദാസിലേക്കാണ് പോകുന്നത്. അപ്പോൾ ശശിധരൻ കഴിഞ്ഞു സുജിത് ദാസിലേക്ക് പോയി. അതിനടുത്ത ദിവസം അദ്ദേഹം പത്രസമ്മേളനം നടത്തുമ്പോൾ അത് ADGPയിലേക്കാവുന്നു. അതിനടുത്ത ദിവസത്തെ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം അത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയിലേക്ക് എത്തുന്നു. അപ്പോൾ പതിയെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ശ്രീ PV അൻവർ തന്നെ അദ്ദേഹത്തിൻ്റെ ടാർഗറ്റ് നീക്കുന്നത് നമ്മൾ വളരെ കൃത്യമായി കണ്ടതാണ്.
അപ്പോഴാണ് ഇനി അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആദ്യം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുള്ള വിഷയത്തെക്കുറിച്ച് നമുക്ക് പറയാം. അദ്ദേഹം പറയുന്നു, ഞാൻ ഈ സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ ഫോൺ ചോർത്തിയിട്ടുണ്ട് എന്ന് പരസ്യമായി ഒരു പാർട്ടിയുടെ MLA, CPM-ന്റെ MLA പത്രസമ്മേളനം നടത്തി പറയുകയാണ്. ഈ നിമിഷം വരെ അദ്ദേഹം ആ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ അദ്ദേഹത്തിനെതിരെ FIR ഇടുകയോ അദ്ദേഹം പറഞ്ഞതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ടൊരു അന്വേഷണം നടത്തുകയോ ചെയ്തിട്ടുണ്ടോ? സ്മൃതി പരുത്തിക്കാടോ ജ്യോതികുമാർ ചാമക്കാലയോ ഇത്തരത്തിലൊരു പത്രസമ്മേളനം നടത്തി പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ചാനലിലൂടെ ഒന്ന് പറഞ്ഞാൽ നിമിഷങ്ങൾക്കുള്ളിൽ പോലീസ് നമ്മളെ തിരക്കി വരില്ലേ? എന്തുകൊണ്ടാണ് PV അൻവർ താൻ കൃത്യമായി പറയുന്നു, ഞാൻ ചോർത്തിയിട്ടുണ്ട്, ഇനിയും എൻ്റെ കൈവശം വിവരങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടും ഈ PV അൻവറിനെതിരെ ഒരു നടപടി പോലും സ്വീകരിക്കാത്തത് ഒരു ഭാഗം. മറുഭാഗം നോക്കൂ, PV അൻവർ സംസ്ഥാനത്തിൻ്റെ ADGP ലോ ആൻഡ് ഓർഡർ ഉൾപ്പെടെ അജിത് കുമാറിനെതിരെ ഉൾപ്പെടെ SP-മാർക്കെതിരെ ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള ഗൗരവമുള്ള ആരോപണങ്ങൾ, കൊല ചെയ്യിക്കുന്നതുൾപ്പെടെ, സ്വർണ്ണക്കടത്ത് നടത്തുന്നു ഉൾപ്പെടെ, രാജ്യദ്രോഹ കുറ്റങ്ങൾ ഉൾപ്പെടെ, സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെ, ഫോൺ ചോർത്തൽ ഉൾപ്പെടെ, കൈക്കൂലി കേസ് ഉൾപ്പെടെ, പിന്നെ ആൾമാറാട്ടം ഉൾപ്പെടെ ഒരുപാട് വിഷയങ്ങൾ തുടർച്ചയായി പറയുന്നു. ആ സംഭവത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് അന്വേഷിക്കുമെന്നാണ് പറഞ്ഞത്. മുഖ്യമന്ത്രി അന്വേഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാനും സ്മൃതിയും ഉൾപ്പെടെയുള്ള നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളും പൊതുസമൂഹവും വിശ്വസിച്ചത് സ്വാഭാവികമായി. നോക്കൂ, അതിനിടയ്ക്ക് സുജിത് ദാസ് എന്ന് പറയുന്ന SP, ആ SP-യുടെ പിന്നെ എന്താ പറയുന്നത്, സ്വകാര്യ സംഭാഷണം, ഈ MLA-യുമായുള്ള സംഭാഷണം MLA തന്നെയാണ് പുറത്തുവിട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു SP-യുമായി MLA സംസാരിച്ച അതിൻ്റെ സീക്രസി നിലനിർത്തണമെന്നൊക്കെ ചെയ്യേണ്ടത് വേണോ വേണ്ടോ തീരുമാനിക്കേണ്ടത് MLA തന്നെയാണ്. ഏതായാലും അദ്ദേഹം പുറത്തുവിട്ടു, അദ്ദേഹം നിഷേധിക്കുന്നില്ല. അങ്ങനെ ആ പുറത്തുവിട്ട രേഖകളിൽ നമ്മളെന്താ കാണുന്നത്? ഈ സംസ്ഥാനത്തിൻ്റെ പോലീസിൻ്റെ തലപ്പത്ത്, അതായത് IPS കേഡറിലുള്ളവരുടെ തലപ്പത്ത് ഇടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദുഷ്ചെയ്തികൾ അഥവാ അവർ തമ്മിലുള്ള പടലപ്പിണക്കം, അത് P. വിജയൻ്റെ പേര് പറഞ്ഞുകൊണ്ടായാലും MR അജിത് കുമാറിൻ്റെ പേര് പറഞ്ഞുകൊണ്ടായാലും താഴോട്ട് SP-മാരുടെ പല ജില്ലകളിലെയും, പത്തനംതിട്ടയിലെ SP-യാണ് പറഞ്ഞതെങ്കിലും പാലക്കാടെയും മലപ്പുറത്തെയും ഉൾപ്പെടെയുള്ള SP-മാരെ കുറിച്ചൊക്കെ പറയുന്നത് നമ്മൾ കേട്ടു. അപ്പോൾ അവിടെ നമ്മൾ കരുതിയത് ആ SP-യെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തി അന്വേഷണം നടത്തുമെന്നാണ്. ഉണ്ടായില്ല. ADGP-യെ സംബന്ധിച്ചോ, ADGP-ക്കെതിരെ ഇത്രയും ഗൗരവമുള്ള ആരോപണങ്ങൾ കൃത്യമായി ഒരു MLA, ഇടതുപക്ഷ സഹയാത്രികനായ ഒരു MLA വന്ന് പരസ്യമായി പറഞ്ഞിട്ടും അദ്ദേഹത്തെ അതേ കസേരയിൽ ഇരുത്തിക്കൊണ്ട് പേരിനൊരു DGP-യെ തലപ്പത്ത് വയ്ക്കുകയും തുടർന്ന് അദ്ദേഹത്തിൻ്റെ താഴെ കേഡർ അനുസരിച്ച് ഒരു IG-യും ഒരു DIG-യും 2 SP-മാരും ഉൾപ്പെടുന്ന സംഘം പരിശോധന നടത്താൻ തീരുമാനിക്കുന്നു. അദ്ദേഹത്തെ മിനിമം ആ ലോ ആൻഡ് ഓർഡർ പോസ്റ്റിൽ നിന്ന്, അഥവാ പിന്നെ കേരളത്തിലെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റി നിർത്തി അദ്ദേഹത്തെ പിന്നെ എന്താ പറയുന്നത്, ഈ പറയുന്ന DGP റാങ്കിലുള്ളവരാണല്ലോ നമ്മുടെ പോലീസ് ഹൗസിംഗ് കൺസ്ട്രക്ഷനിൽ പോകുന്നത്, ഇവർ തന്നെയാണല്ലോ പിന്നെ നമ്മുടെ ഫയർ ആൻഡ് സേഫ്റ്റിയിൽ പോകുന്നത്, ഇവർ തന്നെയാണല്ലോ ട്രാൻസ്പോർട്ടിൽ പോകുന്നത്. എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റിയിരുത്തിയിട്ട് ഇതൊന്ന് അന്വേഷിക്കാൻ ആരെയാണ് ഈ വെല്ലുവിളിക്കുന്നത് മുഖ്യമന്ത്രി? ആ ഉത്തരവ് ചാമക്കല ശ്രദ്ധിച്ചിരുന്നോ? പൊതുഭരണ വകുപ്പാണ് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. അതായത് ഈ IPS ഉദ്യോഗസ്ഥന്മാരുടെ ഡിസിപ്ലിനറി മാറ്റേഴ്സ് നോക്കുന്ന, അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പിഴവ് വരുന്നത് മാത്രം പരിശോധിക്കുന്ന വകുപ്പാണ്. അവിടെ നിന്നാണ് ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. അതല്ലാതെ ഇതിലെ ക്രൈമാണല്ലോ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അൻവർ. അവിടെ കൊള്ള സംഘങ്ങളുമായി, സ്വർണ്ണക്കടത്തുകാരുമായിട്ടുള്ള ബന്ധം, സ്വർണ്ണക്കടത്ത് നടത്തുന്നു എന്നുള്ള ആരോപണം, കൊലപാതകവുമായി ബന്ധം എന്ന് പറയുന്ന ആരോപണം. അപ്പോൾ ക്രൈമാണ് അൻവർ ഉന്നയിച്ചത്. ക്രൈം അന്വേഷിക്കണമെങ്കിൽ ആരാണ് ഉത്തരവിറക്കേണ്ടത്? ആഭ്യന്തര വകുപ്പാണ്. അങ്ങനെ ഒരു ഉത്തരവല്ല അത്. ഞാൻ പറഞ്ഞു വന്നത് കൃത്യമാണ്. മാത്രമല്ല, ഈ പറഞ്ഞ ADGP-യുടെ കൂടി പരാതിയിലാണ് അത്തരത്തിലൊരു ഉത്തരവിറങ്ങിയിരിക്കുന്നത്. സ്വാഭാവികമായും ഹോം സെക്രട്ടറി കണ്ട് ഹോം ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഇത്തരത്തിൽ ഉത്തരവിറങ്ങേണ്ടതെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കമില്ല. ഇവിടെ നോക്കൂ, ഞാൻ കുറ്റം ചെയ്തു എന്ന് സമ്മതിക്കുന്ന PV അൻവർ, ഇന്നയാൾ കുറ്റം ചെയ്തു എന്ന് കാര്യകാരണ സഹിതം പറയുന്ന PV അൻവറും ആ കുറ്റക്കാരായിട്ടുള്ള MR അജിത് കുമാറും അതുപോലെ തന്നെ സുജിത് ദാസും ഉൾപ്പെടെയുള്ളവർ, P. ശശി ഉൾപ്പെടെയുള്ളവർ, ഇവർക്കെതിരെ സർക്കാർ ഇത്രയും ഒറ്റ മിനിറ്റ് ആ 4-5 ദിവസമായിട്ട് എന്ത് നടപടി സ്വീകരിച്ചു എന്നൊന്ന് പറയണ്ടേ? മിനിമം ഞാൻ ചോദിക്കുന്നത്, ഒരു എൻ്റെ രാഷ്ട്രീയം നിങ്ങൾ മാറ്റിവെക്കൂ. ഈ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ഒരു ADGP, ആ ADGP-ക്കെതിരെ ഇനി സംസ്ഥാനത്ത് ഉയരാൻ ഇനി അദ്ദേഹത്തിനെതിരെ പോക്സോ കേസ് ഒഴിച്ച് ബാക്കി എല്ലാ കേസുകളും വന്നു കഴിഞ്ഞു. അദ്ദേഹത്തെ ഒന്ന് മാറ്റി നിർത്തിയിട്ടൊന്ന് അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിവില്ലേ? PV അൻവറിനെതിരെ ഒരു FIR ഇടാൻ സംസ്ഥാന സർക്കാരിന് കഴിവില്ലേ? P. ശശിക്കെതിരായിട്ട് ഒരു നടപടി എടുക്കാൻ പാർട്ടി തീരുമാനിച്ചോട്ടെ, അവരുടെ കാര്യങ്ങളാണ്, നടക്കട്ടെ. പക്ഷേ സുജിത് ദാസിനെതിരെ ഒന്ന് സസ്പെൻഡ് ചെയ്ത് നിർത്താൻ ഈ സർക്കാരിന് കഴിയില്ലേ? അവിടെയാണ് പ്രശ്നം. ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ സ്മൃതി. അവിടെയാണ് പ്രശ്നം. ചെകുത്താനും കടലിനും ഇടയ്ക്കാണ് മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ തർക്കവും വേണ്ട. മുഖ്യമന്ത്രി ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞാൽ മുഖ്യമന്ത്രി കുഴപ്പത്തിൽ ചാടും.
മുഖ്യമന്ത്രി നിർനിമേഷനായി നോക്കി നിൽക്കാൻ മാത്രമേ അദ്ദേഹത്തിനൂടെ കഴിയൂ. കാരണം രണ്ട് ഭാഗത്ത് നമ്മളൊക്കെ ഈ കുടിപ്പക എന്ന് പറയില്ലേ, കുടിപ്പകയോടുകൂടി രണ്ട് കൊള്ളസംഘങ്ങൾ അപ്പുറവും ഇപ്പുറവും നിൽക്കുകയാണ്. ആ കൊള്ളസംഘത്തിന്റെ തലപ്പത്ത് നിൽക്കുന്ന മുഖ്യമന്ത്രി നിർനിമേഷനായി നോക്കി നിൽക്കാൻ, കയ്യും കെട്ടി നോക്കി നിൽക്കാനല്ലാതെ ഇടത്ത് നിൽക്കുന്നയാൾ ശരി ഞാൻ പറഞ്ഞാലേ ശരിയെന്ന് ചോദിച്ചാൽ ശരിയെന്ന് പറയും, വലത്ത് നിൽക്കുന്നയാൾ ഞാൻ പറഞ്ഞാലേ ശരിയെന്ന് ചോദിച്ചാൽ ശരിയെന്ന് പറയും. അത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് തലയാട്ടി നിൽക്കാനല്ലാതെ നടപടിയെടുക്കാൻ കഴിയാത്തത് മുഖ്യമന്ത്രിയുടെ പിടിപ്പുകേട്. ശരി, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഞാൻ അടുത്ത ഘട്ടത്തിൽ താങ്കളിലേക്ക് വരാം. താങ്കൾ അത്യാവശ്യം വിശദമായി പറയാനുള്ള സമയം താങ്കൾക്ക് കിട്ടിയെന്ന് തന്നെയാണ് ഞാൻ ആദ്യഘട്ടത്തിൽ കരുതുന്നത്. ഡോക്ടർ ബി ജയരാജ്, ഇപ്പോൾ സർക്കാരും പാർട്ടിയും ഇവിടുത്തെ ജനത്തോട് പറയുന്ന കാര്യം എന്താണ്, അല്ലെങ്കിൽ ജനത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? ഇപ്പോൾ ഭരണകക്ഷിയിൽപ്പെട്ട MLA ആണ് പറയുന്നത് പോലീസിൽ സർക്കാർ വിരുദ്ധ ലോബി പ്രവർത്തിക്കുന്നു, ഇതിൽ താൻ ഉന്നയിച്ച കാര്യങ്ങളിൽ അന്വേഷണത്തിൽ ഒരു ഉറപ്പും തനിക്ക് കിട്ടിയിട്ടില്ല. മുഖ്യമന്ത്രിയോട് ഇന്നലെ 45 മിനിറ്റ് സംസാരിച്ചല്ലോ, അതിൽ P ശശിയുടെ കാര്യങ്ങളടക്കം 25 മിനിറ്റ് സംസാരിച്ചല്ലോ, ഒരു ഉറപ്പും ലഭിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ന് പാർട്ടി സെക്രട്ടറിയെ കണ്ട് ഈ പരാതികൾ ഒന്നുകൂടി കൊടുത്ത ശേഷം മാധ്യമങ്ങളെ കണ്ടു പറഞ്ഞ കാര്യമാണ് ഇന്നിപ്പോൾ വരുന്ന വാർത്ത. എന്താണ് ഈ പാർട്ടിയും ഈ സർക്കാരും ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം? ADGP ആ സ്ഥാനത്ത് തുടരുന്നു, SP ആ സ്ഥാനത്ത് തുടരുന്നു. ഇനി അൻവറിനാണ് കുഴപ്പമെങ്കിൽ അൻവറിനെതിരെ നടപടി വേണ്ടേ? ഒന്നുമില്ല, അൻവർ ഇങ്ങനെ പറഞ്ഞു പൊയ്ക്കോട്ടെ, അൻവർ ഒരു വിപ്ലവം നടത്തുകയാണെന്നാണ് പറയുന്നത്. ആ വിപ്ലവം ഇങ്ങനെ പുറത്തു തുടരട്ടെ എന്ന് പാർട്ടിയും സർക്കാരും തീരുമാനിക്കുമ്പോൾ ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ഇതിനകത്ത് സ്മൃതി ഒരു കാര്യം മനസ്സിലാക്കേണ്ടുന്നത്, ഈ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ ഗൗരവമൊന്നും ആ ഗൗരവം അതേ അർത്ഥത്തിൽ തന്നെ ഉൾക്കൊള്ളുന്ന ഒരാൾ തന്നെയാണ് ഞാനും. പക്ഷേ എല്ലാ ആരോപണങ്ങളും ശരിയല്ല. ചില ആരോപണങ്ങളിലൊക്കെ അൻവറിന് പാകപ്പിഴകൾ വന്നിട്ടുണ്ട്. മുമ്പ് ഉന്നയിച്ച ആരോപണങ്ങളിലും ഇതുപോലെയുള്ള, ഉദാഹരണത്തിന് പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിച്ച ആരോപണം തന്നെ തെറ്റായിരുന്നു, വിജിലൻസ് അന്വേഷണത്തിൽ തെളിഞ്ഞതാണ്. അതുപോലെ ഈ ADGPയുടെ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണം ഞാൻ പോയി നോക്കിക്കണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഈ പറഞ്ഞതാണ് പോലെ 10 സെൻറ്റിനകത്ത് ബുർജ് ഖലീഫ നിർമ്മിച്ചെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അവിടെ ബുർജ് ഖലീഫയും ഇല്ല, ബുർജിൽ അറബും ഇല്ല, കൊട്ടാരവും ഇല്ല, ഒന്നുമില്ല. അവിടെ ആകപ്പാടെ 10 സെൻറ്റ് സ്ഥലത്തിൽ 3 നില, 1 നില സെല്ലാറാണ് അതുണ്ടാക്കുന്നത്. അത് അയാളുടെ അമ്മായിയപ്പൻ കൊടുത്ത സ്ഥലമാണെന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ ഊതിപ്പെരിപ്പിച്ച കുറെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാത്ത ചില കാര്യങ്ങളും ഉണ്ടല്ലോ ഡോക്ടർ ബി ജയരാജ്. ഒന്നിലധികം കാര്യങ്ങളാണല്ലോ അവിടെ നടന്ന പല കൊലപാതകങ്ങൾ, സ്വർണ്ണക്കടത്തുമായി അന്വേഷിക്കുന്നത് എങ്ങനെയാണ് ഡോക്ടർ ബി ജയരാജ്? ADGP അവിടെ നിർത്തിക്കൊണ്ടാണല്ലോ അന്വേഷിക്കുന്നത്. ആരാണ് അന്വേഷിക്കുന്നത്? ഡോക്ടർ ബി ജയരാജ്, ഒരു മിനിറ്റ്. ഈ DGPയുടെ താഴെ 4 ഉദ്യോഗസ്ഥർ, DGP എന്തായാലും അന്വേഷണത്തിനായി ഇറങ്ങിത്തിരിക്കില്ലല്ലോ. ഈ 4 ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് ADGPയുടെയും താഴെയുള്ള ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ ADGPയെ കുറിച്ച് ADGPക്ക് താഴെയുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിച്ച് DGPക്ക് റിപ്പോർട്ട് നൽകുമ്പോൾ DGPക്ക് ആ റിപ്പോർട്ട് അംഗീകരിക്കുകയല്ലാതെ എന്താണ് വഴി? DGP ഇറങ്ങി അന്വേഷിക്കുന്നില്ല. അപ്പോൾ ADGPക്ക് മുകളിലാകെ DGP മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണോ അന്വേഷണം വേണ്ടത്? ഇതിൽ ഫെയറായ അന്വേഷണം നടക്കുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ശ്രീ ജയരാജ്? യാതൊരു സംശയം വേണ്ട. പോലീസ് അസോസിയേഷൻ്റെ സമ്മേളനത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെയാണ് ഉറപ്പായിട്ട് പറഞ്ഞത്, എത്ര ഉന്നതനാണെങ്കിലും ശിക്ഷിക്കപ്പെടും, ഉചിതമായ നടപടികൾ സ്വീകരിക്കും, നടപടി എടുക്കേണ്ടതാണെങ്കിൽ നടപടി എടുക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഉറപ്പിന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ഒരാളാണ്. മുഖ്യമന്ത്രി മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്ത ഒരു ട്രാക്ക് റെക്കോർഡുള്ള ഒരാളാണ്. നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ പോലീസ് സേനയിൽ ഏതാണ്ട് അടിയന്തരാവസ്ഥ കാലത്തോട്ട് ഇങ്ങോട്ടുള്ള കാലം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ എപ്പോഴും പോലീസ് സേന സ്റ്റേറ്റിൻ്റെ മർദ്ദനോപാധിയായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ ട്രാക്ക് റെക്കോർഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് മനസ്സിലാക്കാം 100-ലധികം പോലീസുകാരെ ഇത്തരത്തിലുള്ള, നേരത്തെ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ തന്നെ പറയുകയാണെങ്കിൽ, പുഴുക്കുത്തുകളെ ഇതിനകത്ത് ഒഴിവാക്കിയിട്ടുണ്ട്, സസ്പെൻഡ് കസ്റ്റംസ് അടക്കം അന്വേഷിക്കുന്ന SP സുജിത് ദാസ് ഇന്ന് വീണ്ടും ജോലിയിൽ കയറിയിട്ടുണ്ട് അവധിക്ക് ശേഷം. അത് അദ്ദേഹം തന്നെ എടുത്ത അവധിയാണ്, 3 ദിവസത്തെ അവധി. അതിനുശേഷം ഇന്ന് അദ്ദേഹം ജോലിയിൽ കയറിയിട്ടുണ്ട്. പത്തനംതിട്ട SP സ്ഥാനത്തേക്ക് വരണ്ട എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം ജോലിക്ക് കയറിയിട്ടുണ്ട്. ജോലിക്ക് കയറട്ടെ, അന്വേഷണം പൂർത്തിയാവട്ടെന്നേ. അന്വേഷണം പൂർത്തിയാവുന്നതിന് മുമ്പിൽ ഇതിനകത്ത് SP-ക്കെതിരെ ADGPക്കെതിരെ അന്വേഷണം നടത്തുന്നത് നിസ്സാരക്കാരല്ലോ, IPS ഉദ്യോഗസ്ഥർ തന്നെയല്ലേ. റാങ്കിങ്ങിൽ ഹൈറാർക്കിക്കൽ ഓർഡറിൽ അങ്ങേരെക്കാളും താഴെയാണ്, അല്ലാതെ ഹെഡ് മാസ്റ്റർ പ്യൂൺ എന്നുള്ള രീതിയിലുള്ള ഹൈറാർക്കി എന്നല്ലോ പോലീസ് സേനയിലുള്ളത്. ഞാൻ പറയുന്നില്ല, പക്ഷേ അദ്ദേഹത്തിന് കീഴിലുള്ള ഉദ്യോഗസ്ഥർ ശരി SP-യുടെ കാര്യവും അന്വേഷിക്കുന്നു, ADGP കൊടുത്ത പരാതിയും അന്വേഷിക്കുന്നു. അങ്ങനെ എല്ലാം അന്വേഷിച്ച് എല്ലാം വിശാലമായി അന്വേഷിച്ച് ഈ സംഘം റിപ്പോർട്ട് നൽകും അല്ലേ?
തീർച്ചയായിട്ടും യാതൊരു സംശയം വേണ്ട അതിനകത്ത്. പിന്നെ വേറൊരു കാര്യം അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യന് അയാളുടെ ഗ്രീവൻസസ് എയർ കഴിയാനുള്ള സ്പേസ് കിട്ടിയില്ലെങ്കിൽ ഇതിനപ്പുറം ഞാനാണെങ്കിലും പോവും. ഇതിന് ഒന്നീ മാധ്യമങ്ങളോട് വിളിച്ച് പറയും, അല്ലെങ്കിൽ കാര്യങ്ങൾ എനിക്ക് ബോധ്യമായ കാര്യങ്ങളെല്ലാം ഞാൻ പറയും. ആ ഒരു കാര്യത്തിൽ അൻവർ അല്ല ആരാണെങ്കിലും അങ്ങനെ ചെയ്യും. അതല്ലെങ്കിൽ അയാൾ പാർട്ടി മെമ്പർ ആയിരിക്കണം. പാർട്ടി വേദികളിൽ മാത്രമേ പറയാൻ പാടുള്ളൂ, ഇന്ന കമ്മിറ്റിയിൽ മാത്രമേ റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെയൊന്നും ഇല്ലല്ലോ. അൻവർ സ്വതന്ത്രനായ ഇടതുപക്ഷ ചിഹ്നത്തിൽ മത്സരിച്ച് സ്വതന്ത്ര MLA ആണ്. അതുകൊണ്ടാണ് പാർട്ടി ഒരു കെട്ടുപാടും ഇല്ലാതെ അൻവറിന് ഇതൊക്കെ തുറന്നു പറയാൻ പറ്റിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അൻവറിന് മുഖ്യമന്ത്രിയോട് പറയാൻ പറ്റാഞ്ഞിട്ടാണ് പുറത്തു വന്നതെന്നാണല്ലോ പറഞ്ഞത്. എവിടേക്കോ മുഖ്യമന്ത്രി യാതൊരു സംശയം വേണ്ട, മുഖ്യമന്ത്രിയായിട്ടുള്ള കൂടിക്കാഴ്ച ആരൊക്കെ ഇടപെട്ട് തടഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് പൊതുജന മധ്യത്തിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ എല്ലാം തുറന്നു പറഞ്ഞു. 1, 2, 3 എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് അറിയാവുന്നത് ഊഹാപോഹങ്ങളടക്കം തീർച്ചയായിട്ടും ആയിരിക്കുമല്ലോ. പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പെർമിഷൻ ഇല്ലാതെ എന്തായാലും മുഖ്യമന്ത്രിയായിട്ട് ഒരു അപ്പോയിൻമെൻ്റ് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു വൈരനിര്യാതന ബുദ്ധിയോടുകൂടി, ഞാൻ വീണ്ടും അണ്ടർലൈൻ ചെയ്യാണ് ആ വാക്ക്, വൈരനൈരാധന ബുദ്ധിയോടുകൂടി സമീപിച്ചത്. അതും വൈകാരികമായ ഒരു വികാര തള്ളിച്ചയിലാണ് ഇത്തരത്തിലുള്ള തുറന്നു പറച്ചിൽ. അപ്പോൾ അതിൻ്റെ ഗ്രാവിറ്റി പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുകൊണ്ട് അതിൻ്റെ മെറിറ്റ് എടുത്തുകൊണ്ട് അതുകൊണ്ടാണ് അന്വേഷണം നടത്തുമെന്നും എത്ര ഉന്നതനാണെങ്കിലും നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയത്. 2 ദിവസമല്ലേ ആയുള്ളൂ. അന്വേഷണം നടക്കട്ടെ, റിപ്പോർട്ട് വരട്ടെ. അതായത് സർക്കാരിനെ അറിയിക്കാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ അറിയിക്കാനുള്ള കാര്യങ്ങൾ ഭരണകക്ഷി MLA ആയാലും ഇനി വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞാൽ മതി. അവിടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കയറ്റി വിട്ടില്ലെങ്കിൽ ഇനി വാർത്താ സമ്മേളനം നടത്തണം. എല്ലാവർക്കും ഇതൊരു മാതൃക. അധികാരത്തിലേറെ ആദ്യത്തെ ആഴ്ച മുതൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന്. അങ്ങനെ മാറി നിൽക്കാനാണെങ്കിൽ മുഖ്യമന്ത്രി എന്നെ മാറി നിൽക്കണമായിരുന്നു. കയറി ഇറങ്ങി അന്വേഷണം നടത്തി. ലാവ്ലിന്റെ കേസിൽ എത്രയോ അന്വേഷണങ്ങൾ നടത്തി. ശരി, നമുക്ക് ലാവിലേക്ക് പോകാൻ നേരമില്ലാത്തതുകൊണ്ട് ഞാൻ അടുത്ത അതിലേക്ക് പോകുന്നു. ഡോക്ടർ BG വിഷ്ണു, BJP പ്രതിനിധിയിലേക്ക് ഒന്ന് പോകട്ടെ. നോക്കൂ, RSS ഇന്ന് VD സതീശൻ ഉന്നയിച്ച ആരോപണം RSS ADGP ചർച്ച, ആ ചർച്ച എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് വേണ്ടി, മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി ADGP RSS മേധാവിയെ പോയി കാണുക, RSS ജനറൽ സെക്രട്ടറിയെ പോയി കാണുന്നു, ദത്താത്രേയ ഹൊസബളയെ പോയി കാണുകയാണ്. ആ കൂടിക്കാഴ്ച 1 മണിക്കൂർ നീണ്ടു. ഔദ്യോഗിക വാഹനം ഹോട്ടലിൽ നിർത്തിയിട്ട് സ്വന്തം വാഹനത്തിൽ പോയിട്ടായിരുന്നു ആ കൂടിക്കാഴ്ച എന്ന് പറയുന്നു. അപ്പോൾ ADGPയെ മാറ്റണം എന്നൊരു ആവശ്യം BJPയിൽ നിന്ന് ശക്തമായി ഉയരുന്നില്ല. BJP എപ്പോഴും പറയുന്നത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ്. ഈ വിവാദത്തിന് ശേഷം ADGPയെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണോ BJP? ഇക്കാര്യത്തിൽ ഈ RSS നേതാവുമായുള്ള കൂടിക്കാഴ്ച, ADGP കൂടിക്കാഴ്ചയെക്കുറിച്ച് എന്താണ് BJPക്ക് പറയാനുള്ളത്? സ്മൃതി, ഒരു ഭരണകക്ഷി MLA തന്നെ കേരള പോലീസിൽ സ്വർണ്ണക്കടത്തിനും സ്വർണം പൊട്ടിക്കലിനും അടക്കം കൊട്ടേഷൻ അടക്കം നേതൃത്വം നൽകുന്ന ഒരു ADGP ആണ് അജിത് കുമാർ എന്ന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. കോടിക്കണക്കിന് രൂപയുടെ അനധികൃതമായി വസ്തുക്കൾ വാങ്ങുകയും കൊട്ടാര സദൃശ്യമായ വീട് പണിയുകയും ചെയ്യുന്ന അജിത് കുമാർ വലിയ അഴിമതി തന്നെയാണ് ഈ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഏത് അർത്ഥത്തിലാണ് നിങ്ങൾ ADGPയെ മാറ്റണ്ട എന്ന് BJP പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങളുടെ നേതാക്കന്മാരും പ്രസ്താവനകളിലും മുഴുവൻ സ്ഥലത്തും ADGP അജിത് കുമാറിനെ മാറ്റണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ ഈ പറഞ്ഞതല്ല VD സതീശൻ പറഞ്ഞാലോ ഹൊസബളയെ പോയി കണ്ട കാര്യം. പിന്നെ ഈ രാജ്യത്തെ BJP നേതാക്കന്മാരായ പ്രകാശ് ജാവ്ദേക്കറെയും RSS നേതാക്കന്മാരെയും ഈ രാജ്യത്ത് ആർക്ക് വേണമോ പോയി കാണാം. അവരുടെയൊക്കെ ജീവിതങ്ങൾ തുറന്ന പുസ്തകം പോലെയാണ്. ഞങ്ങൾക്ക് യാതൊരു രഹസ്യവുമില്ല. ഇപ്പൊ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു എന്ന് പറഞ്ഞ പേരിലാണല്ലോ EP ജയരാജനെ വരെ നടപടിയെടുത്തത്. ഞങ്ങൾ ആർക്കു മുന്നിലും മാറി നിൽക്കുന്നവരല്ല, ഞങ്ങൾ ആർക്കും ഐത്തം കൽപ്പിക്കുന്നവരുമല്ല. ആർക്ക് വേണമെങ്കിലും അവരെ കാണാം. പക്ഷേ അത്തരത്തിലുള്ള യാതൊരുവിധ സ്ഥിരീകരണവും നിങ്ങളുടെ വിശാല മനസ്സ് സമ്മതിക്കുന്നു BG വിഷ്ണു. ഞാൻ ചോദിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി ADGP അങ്ങോട്ട് പോവുകയായിരുന്നു എന്നുള്ളതാണല്ലോ പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. അതിനുള്ള മറുപടി അല്ല, ADGP അങ്ങോട്ട് പോയി എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഇതുള്ളത്? കാരണം ഈ VD സതീശന്റെ തന്നെ പുനർജനി കേസ് അട്ടിമറിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ആളാണ് ADGP അജിത് കുമാർ. സോളാർ കേസിലടക്കം കോൺഗ്രസ് നേതാക്കന്മാർക്ക് വേണ്ടി വലിയ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. CPM നേതാക്കന്മാരെയും കോൺഗ്രസ് നേതാക്കന്മാരെയും ഒക്കെ അഴിമതി നേതാവാണ് പോലീസുകാരാണ് MR അജിത് കുമാർ. വിഷ്ണു, പൂരം കലക്കിയത് സുരേഷ് ഗോപിക്ക് വേണ്ടിയാണ് എന്ന ആരോപണം അവിടെ നിൽക്കുകയാണ്.
അല്ല, അങ്ങനെയാണെങ്കിൽ സ്മൃതി, കേരളത്തിലെ ആഭ്യന്തരമന്ത്രി കെ സുരേന്ദ്രൻ അല്ലല്ലോ, പിണറായി വിജയനല്ലേ? സുനിൽകുമാർ പത്രമാധ്യമങ്ങളെ വിളിച്ചല്ല. CPIയും സുനിൽകുമാറും അടക്കം മന്ത്രിസഭാ യോഗം നടക്കുമ്പോൾ, അല്ലെങ്കിൽ CPIയുടെ സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ ബിജെപിയുമായി RSSുമായി CPMന് അല്ലെങ്കിൽ പിണറായി വിജയനുള്ള പാലമായി വർത്തിക്കുന്നു ADGP എന്നതാണ് ആരോപണം. വിഷ്ണു, അല്ലെ, VD സതീശനും പിണറായി വിജയനുമാണല്ലോ കേരളം കഴിഞ്ഞാൽ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുകയും രാഷ്ട്രീയ സഖ്യമൊക്കെ പങ്കിടുകയും ചെയ്യുന്നത്. ഞങ്ങൾക്ക് കേരളത്തിൽ പ്രവർത്തിക്കാനും ഞങ്ങൾക്ക് കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യാനും ഇവിടെ ഒരു പിണറായി വിജയന്റെയും വേണ്ട ഒത്താശ ഞങ്ങൾക്ക് വേണ്ട. CPMനെയും കോൺഗ്രസിനെയും തറപറ്റിച്ചുകൊണ്ട് തന്നെയാണ് തൃശ്ശൂരിൽ ഞങ്ങൾ വിജയിച്ചത്. അതിൽ കോൺഗ്രസിനും CPMനും അടക്കം വലിയ നഷ്ടം രാഷ്ട്രീയമായി അവർക്ക് ഉണ്ടായിട്ടുണ്ട്. ആ നഷ്ടം നികത്താൻ വേണ്ടി ഇപ്പോൾ VD സതീശൻ പറയുന്ന കല്ലുവച്ച നുണകൾ മാത്രമാണ് ഈ കാര്യങ്ങളെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. 2023 മെയ് 20-22 ദിവസങ്ങളിൽ തൃശ്ശൂരിൽ നടന്ന പരിപാടിയിലാണല്ലോ RSS നേതാവിനെ, RSS ജനറൽ സെക്രട്ടറിയെ പോയി ADGP കണ്ടിരിക്കുന്നത്. ADGP സോളാർ വിഷയത്തിൽ എടുത്ത നിലപാട്, അത് അട്ടിമറിക്കാൻ നടത്തിയ നിലപാട് ഒക്കെ നിങ്ങൾ ആരോപണം ഉന്നയിക്കുന്ന ഘട്ടത്തിലാണല്ലോ. അപ്പോൾ ഈ കൂടിക്കാഴ്ച നടന്നു എന്നുള്ള കാര്യം നിങ്ങൾ സമ്മതിക്കുകയാണോ? ആർക്കും വന്ന് കാണാമെന്ന് പറയുമ്പോൾ ഈ തരത്തിൽ ആരോപണ വിധേയനായ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു പോലീസ് ഓഫീസർ നിങ്ങളുടെ നേതാവിനെ പോയി കാണുന്നു എന്നുള്ളത് എങ്ങനെയാണ് നിങ്ങൾ ന്യായീകരിക്കുന്നത്? പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ ഞങ്ങളുടെ നേതാക്കന്മാരെ കാണാൻ RSS നേതാക്കന്മാരെയോ BJP നേതാക്കന്മാരെയോ ആർക്ക് വേണമെങ്കിലും ഈ രാജ്യത്ത് കാണാൻ ഞങ്ങൾക്ക് അതിൽ യാതൊരു തടസ്സവുമില്ല. ഞങ്ങൾ ആരോടും അയിത്തം കൽപ്പിക്കുന്നില്ല. പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനം മാറ്റിവെച്ച് സ്വകാര്യ വാഹനത്തിൽ സ്വകാര്യമായി പോയി കാണുന്നതിൽ തെറ്റില്ല അല്ലേ? അല്ല, അതൊക്കെ കോൺഗ്രസ് നേതാക്കളോടല്ലേ ചോദിക്കേണ്ടത്. അവരിലാണല്ലോ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾക്കൊറ്റ നിലപാടേ ഉള്ളൂ. ADGP അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി കേരളത്തിൽ വലിയ അഴിമതി നടത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും P ശശിയുടെയും നിർദ്ദേശങ്ങൾ അനുസരിച്ച് കോൺഗ്രസിന്റെ ഭരണകാലത്ത് കോൺഗ്രസിന് വേണ്ടിയും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ അടുത്തയാളായി നിന്നുകൊണ്ട് ഈ അഴിമതി കേസുകളിലും തട്ടിപ്പുകളിലെല്ലാം അയാൾക്ക് വലിയ പങ്ക് തന്നെയുണ്ട്. അതുകൊണ്ട് അയാളെ മാറ്റി നിർത്തിയാണ് അന്വേഷണം നടത്തേണ്ടത്. അല്ലാതെ അയാളെ തൽസ്ഥാനത്ത് തുടർത്തിക്കൊണ്ട് അന്വേഷണം നടത്തുന്നത് പൂരമട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം നിങ്ങൾക്കില്ല. ബാക്കി രണ്ട് ആരോപണം ശരിവെക്കുന്നു, അങ്ങനെയാണ്? അല്ല, പൂരം അട്ടിമറിച്ചു എന്ന ആരോപണം ഉണ്ടെങ്കിൽ CPIക്ക് അതുണ്ടെങ്കിൽ CPI അത് മുഖ്യമന്ത്രിയോട് പറയണം. BJPക്ക് അക്കാര്യത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ളതാണ് വിഷ്ണു ഞാൻ ചോദിക്കുന്നത്. വിഷ്ണു, മറ്റ് രണ്ട് ആരോപണങ്ങളും ബാക്കിയുള്ളവർ പറയുന്നത് പോലെ തന്നെ BJPയും അത് ഏറ്റുപിടിക്കുന്നു. BJPക്കും ആ ആരോപണമുണ്ട് ADGPക്കെതിരെ. ഞാൻ ചോദിക്കുന്നത്, പൂരവുമായി ബന്ധപ്പെട്ട് അവിടെ BJPയെ സഹായിച്ചു, സുരേഷ് ഗോപിയെ സഹായിച്ചു എന്ന ആരോപണങ്ങൾ അവിടെ നിൽക്കുകയാണല്ലോ. അതിനോട് BJP എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അത് തെറ്റാണോ? ഭാരതീയ ജനതാ പാർട്ടി തൃശ്ശൂരിൽ വലിയ വിജയം നേടിയ നാൾ മുതൽ കേരളത്തിലെ കോൺഗ്രസും CPMും CPIയും ഒക്കെ വലിയ അസ്വസ്ഥരാണ്. അവർക്ക് തോറ്റതുകൊണ്ട് തലയിൽ ചെമ്പരത്തി പൂ വെച്ച അവസ്ഥയിലാണ് K മുരളീധരനും സുനിൽകുമാറും ഒക്കെ. അതുകൊണ്ടാണ് അവർ BJPക്ക് വേണ്ടി അട്ടിമറിച്ചു എന്നുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഉന്നയിക്കുന്നത്. നിലപാടിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അല്ലല്ലോ, ഞങ്ങൾ യോജിപ്പില്ലല്ലോ. ഞങ്ങൾ അതീവ ശക്തമായി എതിർത്തവരാണല്ലോ. പൂരവുമായി ബന്ധപ്പെട്ട് കലക്കാൻ ശ്രമിച്ചവർക്ക് ഒരു മലയാളി ഉദ്യോഗസ്ഥൻ തന്നെയാണ് പൂരം എങ്ങനെയാണ് നടത്തുന്നത്, പൂരത്തിന് എങ്ങനെയാണ് അതിന്റെ ചടങ്ങുകൾ, അതിന്റെ രീതികളെല്ലാം അറിയുന്നതാണ്. അപ്പൊ എങ്ങനെയാണ് അവിടെ ആ SP അവിടെ വന്ന് എല്ലാം തടഞ്ഞത്? രാവിലെ മുതൽ ADGP തൃശ്ശൂരിലുണ്ടായിരുന്നു, പക്ഷേ പുറത്തേക്ക് ഇറങ്ങിയില്ല. രാവിലെ മുതൽ മാധ്യമങ്ങളിൽ ഈ പ്രശ്നങ്ങളുടെ വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. ഒരു തരത്തിലും അനങ്ങിയില്ല, ഒരു നിർദ്ദേശവും കൊടുത്തില്ല. അതെന്തുകൊണ്ടായിരിക്കും? നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയവുമില്ലേ? സ്മൃതി, കേരളത്തിലെ പോലീസ് സംവിധാനം ഭാരതീയ ജനതാ പാർട്ടിയുടെ കീഴിലല്ല, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയും CPMന്റെയും കീഴിലാക്കിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവർ ചെയ്ത കാര്യങ്ങൾ ആഭ്യന്തരമന്ത്രിയോടാണ് ചോദിക്കേണ്ടത്. നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ എങ്ങനെയാണ് ഉത്തരം പറയേണ്ടത്? നിങ്ങൾക്ക് പരാതിയുണ്ടോ എന്നതാണ് ചോദ്യം. നിങ്ങൾക്ക് അതിൽ പരാതിയുണ്ടോ എന്നതായിരുന്നു വിഷ്ണു ഞാൻ ചോദിച്ചത്. ബാക്കി എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് പരാതിയുണ്ട്, പക്ഷേ തൃശ്ശൂർ കാര്യത്തിൽ പരാതി നിങ്ങൾ പറയുന്നില്ല. അതാണ് ഞാൻ ചോദിച്ചത്. ശക്തമായ നടപടിയെടുക്കണം തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ശരി ഷാസാദ്, ഇതിപ്പോൾ ഏത് സമയത്താണ് ഈ വിവാദങ്ങൾ ഉണ്ടാകുന്നത് എന്നത് പ്രധാനമല്ലേ? ഇപ്പോൾ പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങിയിരിക്കുന്നു, ബ്രാൻഡ് സമ്മേളനങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. ഇനി സംസ്ഥാന സമ്മേളനമാകുമ്പോഴേക്കും ഈ വിവാദം അതിൻ്റെ മൂർധന്യത്തിലേക്ക് എത്തേണ്ടത് ചിലരുടെ ആവശ്യമാണ്. അപ്പോൾ P ശശിയാണ് ഉന്നം എന്ന രൂപത്തിലുള്ള നിഗമനങ്ങളും വരുന്നുണ്ട്. ഡോക്ടർ ആസാദിന് എന്താണ് തോന്നുന്നത്?
അത് സ്മൃതി, കേരള നിയമസഭയിലെ ഒരു ഭരണപക്ഷ MLA കേരള ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ഉയർന്ന ഓഫീസിനെതിരെ, അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ അതിനിശിതമായൊരു വിമർശനം, വളരെ ഗൗരവതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ പിണറായി സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ എങ്ങനെയാണ് ജയിലിൽ പോയത് നമുക്കറിയാം. അത് സ്വർണ്ണക്കടത്ത്, തിരുവനന്തപുരം എയർപോർട്ടുമായി ബന്ധപ്പെട്ട ഒരു സ്വർണ്ണക്കടത്തിൻ്റെ പേരിലാണ്. ഇവിടെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പേരിലുള്ള ആരോപണം കോഴിക്കോട് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സ്വർണ്ണക്കടത്തിൽ ADGPയും SP-യും ഒക്കെ സഹായിക്കുന്ന നിലപാടെടുക്കുന്നു എന്നുള്ളതാണ്. സ്വർണം എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. സ്വർണ്ണക്കടത്ത്, കള്ളക്കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മാത്രമല്ല രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും ഓഫീസിന് പങ്കുണ്ട് എന്ന വളരെ ഗുരുതരമായൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. അതോടൊപ്പം ഇതിൻ്റെ ഭാഗമായി നടന്ന പലവിധ പെശകൾ, കൊലപാതകങ്ങളുണ്ട്, പിന്നെ കൊള്ളകളുണ്ട്, വീതം വെക്കലുകളുണ്ട്, പലതരം പ്രശ്നങ്ങൾ ADGP ഒക്കെ പങ്കുള്ളതിന് ശശി മുകളിൽ നിന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത് വളരെ ഗുരുതരമായൊരു സ്ഥിതിവിശേഷമാണ്. ഇപ്പോൾ പോലീസ് BJPയുടെ ചായ്വുള്ളതാണ് എന്ന് UAPA കേരള സർക്കാർ നടപ്പാക്കില്ല എന്ന് പറഞ്ഞ കാലത്ത് അലനെയും താഴെയും അറസ്റ്റ് ചെയ്യുമ്പോൾ ഇതേ പാർട്ടി പറയേണ്ടതല്ലേ? പാർട്ടി പറയേണ്ടത് ഇത് ഞങ്ങളുടെ അജണ്ടയല്ല. അന്ന് BJP അജണ്ട നടപ്പാക്കി. വ്യാജ ഏറ്റുമുട്ടൽ കൊല അന്ന് BJP അജണ്ട നടപ്പാക്കി. പോലീസും കേരള ഗവൺമെൻറ്, കേരളത്തിലെ ആഭ്യന്തര വകുപ്പും കേന്ദ്ര ആഭ്യന്തര വകുപ്പും ഒന്നിച്ച് നീങ്ങുന്ന കാഴ്ച പലവട്ടം നമ്മൾ കണ്ടതാണ്. ഇപ്പം അൻവർ കാണുന്നൊന്നുമല്ല. ഇത് മാത്രമാണോ? ഒരു പക്ഷേ വാളയാർ കേസിൽ പോക്സോ കേസ് ചുമത്തപ്പെടേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പിന്നെ IPS കൊടുക്കാൻ ശുപാർശ ചെയ്ത അവസ്ഥയിൽ വരെ എത്തിയില്ലേ ഇപ്പോൾ? ആരെങ്കിലും ഇതൊക്കെ പൊതുസമൂഹത്തിനകത്ത് പോലീസിൻ്റെ വീഴ്ചകളെപ്പറ്റി നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഭരണപക്ഷ MLA നിവൃത്തികേട് കൊണ്ട് ഇപ്പോൾ പറയുന്നു എന്ന് വേണമെങ്കിൽ കരുതാം. പക്ഷെ അങ്ങനെയാണ് നമുക്ക് കരുതാനാവില്ല. PV അൻവർ സംസാരിക്കുന്നത് കേരളത്തിലെ പാർട്ടിയിൽ മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം, നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം ഒരു ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേതെങ്കിലും ഒരു MLA ആയിരുന്നെങ്കിൽ, ഉദാഹരണത്തിന് കേരളത്തിൽ തന്നെ മറ്റൊരു MLA ഇതേപോലെ ഒരു അഴിമതിയുടെ കെട്ടടിക്കാൻ തുടങ്ങിയപ്പോൾ അത് മതി, നിർത്തിക്കൊള്ളാൻ മുഖ്യമന്ത്രി ഇടപെട്ട് പറഞ്ഞു. അദ്ദേഹം അത് അവിടെ നിർത്തി. അദ്ദേഹത്തിന് പിന്നീട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു സ്വതന്ത്ര MLA ആണ്, എന്തും പറഞ്ഞോട്ടെ എന്ന നിലപാടൊന്നും കേരളത്തിലെ മുഖ്യമന്ത്രിക്കോ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ഇല്ല. പക്ഷേ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഇങ്ങനെ പറയേണ്ടി വരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട കാരണം സംസ്ഥാന സമ്മേളനത്തിലേക്ക് പോകുന്നു, പഞ്ചായത്ത് ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു, പാർട്ടിയിൽ ഒരു വലിയ വിഭാഗീയത ഉയർന്നു വരുന്നു. PV അൻവർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു യുദ്ധമുറയിലെ ഒരു സംഗതിയാണിത്. പുറത്തുനിന്നൊരു ആളെ കൊണ്ടുവരിക. ഇപ്പോൾ നമ്മളെ പഴയ മഹാഭാരതത്തിൽ ഇത്തരം യുദ്ധതന്ത്രങ്ങളുണ്ട്. ജയിക്കാൻ വേണ്ടി പലവിധ സംവിധാനങ്ങൾ ഉപയോഗിക്കും. ഗ്രീക്ക് പുരാണത്തിലാണെങ്കിൽ ട്രോജൻ കുതിര ഉണ്ട്. ട്രോജൻ കാണുന്ന മരക്കുതിരയല്ല, അതിനകത്ത് മറ്റൊരു പട ഒരുങ്ങിയിരിക്കുന്നുണ്ട്. PV അൻവറിനകത്ത് ഒരു വലിയ പട ഒരുങ്ങിയിരിക്കുന്നുണ്ട്. ഈ പടയുടെ ശക്തിയാണ് ഒരു പക്ഷേ അതിൽ MV ഗോവിന്ദൻ പാർട്ടിയിലെ ഈ ബലാബലത്തെ പറ്റി പാർട്ടി സെക്രട്ടറിക്ക് സന്ദേഹമുണ്ട്, പരാജയപ്പെടാൻ പോകുന്നു എന്ന ഭീതി പിണറായി വിജയനുണ്ട്. ഒരു പക്ഷേ അവർ തമ്മിലുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ PV അൻവർ മുഖ്യമന്ത്രിയും കൂടി കണ്ടപ്പോൾ ഞാൻ കരുതുന്നത് PV അൻവർ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ മുട്ടുമടക്കിയെന്നല്ല, തിരിച്ച് മുട്ടുമടക്കിയെന്നാണ് ഞാൻ കരുതുന്നത്. PV അൻവറിൻ്റെ മുന്നിലാണ്. കാരണം PV അൻവർ എന്നത് ഒരു സ്വതന്ത്ര MLA അല്ല. ഇത് ഇത്തരം കാര്യങ്ങളൊക്കെ സ്വരുക്കൂട്ടി വെച്ച് പാർട്ടിക്കകത്ത് വരുന്ന പുതിയൊരു പടപ്പുറപ്പാടാണ്. ഈ പടപ്പുറപ്പാടിന് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള മാധ്യമ കൂട്ടായ്മകൾ അവരുണ്ടാക്കിയിട്ടുണ്ട്. MV ജയരാജൻ പറഞ്ഞല്ലോ, തോറ്റപ്പോൾ ചില അഡ്മിനുകൾ പുറത്തു വരണമെന്ന്. പല അഡ്മിനുകളും നിയന്ത്രിക്കുന്ന ഇത്തരം ആളുകളാണ്. അതിൽ ഒരു സമാന്തരമായ രാഷ്ട്രീയ ശക്തി CPM-നകത്ത് രൂപം കൊണ്ടിട്ടുണ്ട്. ഏത് പക്ഷത്ത് നിൽക്കുന്നു? ആരാണിപ്പോൾ അഴിമതിക്കെതിരെ ശബ്ദമുയർത്തുന്നത്? ശബ്ദമുയർത്താൻ PV അൻവറിനെ കൊണ്ട് അഴിമതി മാത്രമല്ല, കൊലപാതകമടക്കം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥനാണ് അവിടെ ക്രമസമാധാനത്തിന് ചുമതലയിലുള്ളത് എന്ന കാര്യം പാർട്ടിക്ക് പുറത്തുള്ള ഒരു MLA കൊണ്ട് പറയിപ്പിക്കുന്നതിന് പിന്നിൽ ആരാണ്? ആർക്കെതിരെയാണ്? അല്ല, ആരാണ് ഇതെന്തരം? നമ്മുടെ പലപ്പോഴും ഇത്തരം സംഗതികളെ നമ്മൾ നോക്കുക. ഇതിൽ ചില ആളുകളുടെ പേരുകളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ട്രോജൻ കുതിര എന്ന് പറയുന്ന അകത്താണ് പടയാളികൾ ഒളിച്ചിരിക്കുന്നത്. നമ്മളത് പ്രശ്നം വെക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിതിൻ്റെ ലക്ഷണം കണ്ടാൽ എന്താണ് അസുഖം, വരുന്നൊരു അസുഖം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാവുക എന്നുള്ളതാണ്. സംഘം ആർക്കെതിരെയാണ് എന്നൊരു ചോദ്യമുണ്ടല്ലോ ഡോക്ടർ ആസാദ്. ഇത് മുഖ്യമന്ത്രിക്ക് നിയന്ത്രിക്കാനാകാത്ത വിധം മുഖ്യമന്ത്രിയുടെ സംവിധാനം വളർന്നിരിക്കുന്നു. അതിനെ ഒന്ന് മാറ്റിയെടുക്കാൻ
മുഖ്യമന്ത്രിയും സമ്മതം മൂളുകയാണ് എന്നതാണോ താങ്കളുടെ മനസ്സിലാക്കൽ? സ്മൃതി, ഇത് കൃത്യമായും മുഖ്യമന്ത്രിക്കെതിരായുള്ള പടയൊരുക്കം തന്നെയാണ്. ആ പടയൊരുക്കത്തിൽ അൻവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്, അൻവർ തന്നെ പറയുന്ന പോലെ കേരളത്തിലെ കോടിക്കണക്കിനായ ജനങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന, അനുഭവിക്കുന്ന ആഭ്യന്തര വകുപ്പിൽ നിന്ന് അനുഭവിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. ഒരു വാസ്തവത്തെ, ഒരു സത്യത്തെ തന്നെയാണ് പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് അൻവർ തന്നെ നിശബ്ദനായാൽ പോലും ആ സത്യം സംസാരിച്ചു കൊണ്ടിരിക്കും. പക്ഷേ മുഖ്യമന്ത്രിക്കെതിരെ പടയൊരുങ്ങിയ ഘട്ടങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ കണ്ടതല്ലേ ഡോക്ടർ ആസാദ്? അതിനെ പല്ലും നഖവും ഉപയോഗിച്ച് മുഖ്യമന്ത്രി തന്നെ എതിർക്കുന്നു നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്തിന് പോലീസ് സേനയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ പോലും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് പോലീസ് സേനയുടെ വീര്യം ചോർത്താൻ ആരെയും സമ്മതിക്കില്ല എന്നുള്ള പ്രതികരണം അദ്ദേഹം പരസ്യമായി തന്നെ നടത്തിയിട്ടുണ്ട്. ഇത് നോക്കൂ, 45 മിനിറ്റ് കൂടിക്കാഴ്ചയ്ക്ക് അദ്ദേഹം സമയം അനുവദിച്ചു. പറഞ്ഞത് മുഴുവൻ കേട്ടു. പോസിറ്റീവായിരുന്നു ആ കൂടിക്കാഴ്ച എന്നൊക്കെയാണ് ഇന്നലെ അൻവർ പറഞ്ഞത്. ഇന്നിപ്പോൾ ഒരു ഉറപ്പും ലഭിച്ചില്ല എന്ന് പറയുമ്പോഴും അത് പറയാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടുന്നു? അത് മുഖ്യമന്ത്രിയെ മാത്രം മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടാണ് എന്ന് താങ്കൾ കരുതുന്നെങ്കിൽ സാധാരണഗതിയിൽ പ്രതികരിക്കുന്ന രീതിയിൽ നിന്നും മുഖ്യമന്ത്രി എന്തുകൊണ്ട് മാറുന്നു? അദ്ദേഹം ദുർബലനായി കഴിഞ്ഞു എന്നതാണോ? സ്മൃതി, ഇതൊന്ന് ശ്രദ്ധിക്കണം. സത്യത്തിൽ മുഖ്യമന്ത്രിയുടെ പല്ലും നഖവും കൊഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് പഴയ മുഖ്യമന്ത്രിയുടെ രൂപം മാത്രമാണ്. സത്യത്തിൽ രാഷ്ട്രീയമായി ദുർബലമായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ദുർബലമായ അവസ്ഥയിൽ മുമ്പ് ജലീലിനോട് പറഞ്ഞ വീറൊന്നും ഇപ്പോൾ സ്വതന്ത്ര MLA പറയാനുള്ള വീറായിട്ട് നിൽക്കുന്നില്ല. സത്യത്തിൽ CPM-നകത്ത് അങ്ങനെ സ്വതന്ത്ര MLA-മാർ സ്വതന്ത്രരൊന്നുമല്ല. അവർക്ക് പാർലമെൻ്ററി ബോർഡിലെ അംഗങ്ങളാണ്. ഇവർക്ക് പാർലമെൻ്ററി ബോർഡ് എന്ന് പറയുന്ന ഘടകമുണ്ട്. ഇവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അവിടെ സംസാരിക്കണം, അതുവഴി പാർട്ടിയിൽ സംസാരിക്കണം. അങ്ങനെ ഇവർ തന്നെ കാണിക്കേണ്ട ഒരു മര്യാദ ഉണ്ടല്ലോ. പാർട്ടിയോടുള്ള വിയോജിപ്പ് പരസ്യമായി വലതുപക്ഷ മാധ്യമങ്ങളോടാണോ പറയാ? ഒരു സംഗതി വലതുപക്ഷ മാധ്യമങ്ങളോട് വിളിച്ചു പറയുന്നത് പാർട്ടി വിരുദ്ധരല്ലേ? അങ്ങനെയല്ലേ ഇവർ നമ്മളെ പഠിപ്പിച്ചത്? പാർട്ടി വിരുദ്ധരാണ് വലതുപക്ഷ മാധ്യമങ്ങളെ ആശ്രയിക്കുക. ഇപ്പം അങ്ങനെയല്ലല്ലോ. എന്തുകൊണ്ടാണ് MV ഗോവിന്ദൻ്റെ ഓഫീസിൽ പോയി തിരിച്ചു വരുമ്പോൾ ഒരു വിപ്ലവത്തിനാണ് തിരി കൊടുത്തിരിക്കുന്നത്? ആ വിപ്ലവം നടക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ വിപ്ലവം നടക്കുന്നുള്ള ഉറപ്പ് ഗോവിന്ദനിൽ നിന്നാണ് കിട്ടുന്നത്. MV ഗോവിന്ദനെ കണ്ടതിന് ശേഷം ആ ഉറപ്പിലാണ് PV അൻവർ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായും അത് അവർക്കറിയാം. ഇത് മുഖ്യമന്ത്രിക്കെതിരായുള്ള ഒരു യുദ്ധപ്പുറപ്പാടാണ്. അതിന് കാരണങ്ങളുണ്ട്. ഇത് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മറ്റ് പല തരത്തിൽ സമീപകാലത്ത് ഇപ്പോൾ നോക്കൂ, EP ജയരാജനെ പുറത്താക്കുമ്പോൾ പറഞ്ഞെന്താ, ഒരുപാട് പ്രശ്നമുണ്ട്. ആ കൺവീനർ എന്ന സ്ഥാനത്തിന് യോജിക്കാത്ത രീതിയിലാണ് അദ്ദേഹം പെരുമാറുന്നത് എന്നുള്ള അല്ലാണ്ട് ഒരു പ്രത്യേക കാര്യം മാത്രമല്ല. അതേപോലെ തന്നെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ആ പദവിക്ക് യോജിക്കാത്ത പല പരാതികളും കുറേ കാലമായി ഉയർന്നു വരികയാണ്. അതിന് ആരാണ് പൂച്ചയ്ക്ക് മണി കെട്ടുക എന്നുള്ള ചോദ്യമായിരുന്നു. പൂച്ചയ്ക്ക് മണി കെട്ടാൻ പുറത്തുനിന്ന് ഒരാളെ കിട്ടിയപ്പോൾ അങ്ങനെ പൂച്ചയ്ക്ക് മണി കെട്ടാൻ ആളെ കിട്ടിയ സ്ഥിതിക്ക് ആ ആൾക്ക് പിറകിൽ ആളുകൾ അണിനിരക്കും, സഖാക്കൾ അണിനിരക്കും. അദ്ദേഹം താൻ സഖാവാണ് എന്ന് പറയുന്നത്, തൻ്റെ വിപ്ലവ ശക്തി എന്ന് പറയുന്നത് സഖാക്കളാണ് എന്നാണ് അതിനർത്ഥം. അസംതൃപ്തരായ സഖാക്കൾ. കഴിയുമ്പോഴേക്കും വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം എന്നത് കൂടിയാണോ താങ്കൾ കരുതുന്നത്? അല്ല, അങ്ങനെയൊന്നും പറയുന്നില്ല. കാരണം ഇതിനൊക്കെ വിലപേശലുകളുണ്ട്. ഇത് പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല. വലതുപക്ഷ താല്പര്യങ്ങൾ, അതിൻ്റെ പണത്തിൻ്റെ സ്വാധീനം, പലതരം സ്വാധീനങ്ങൾ, പലയിടങ്ങളിൽ നിന്നുള്ള നിയന്ത്രണങ്ങൾ വാസ്തവത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊക്കെ മുകളിലുണ്ട്. കാലം വല്ലാതെ മാറിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിലപേശലുകൾ, ബാർഗെയിനുകൾ എവിടെ ചെന്നെത്തി നിൽക്കും, ആരൊക്കെ ഏതൊക്കെ കളങ്ങളിലേക്ക് മാറും എന്നൊന്നും ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അസംതൃപ്തിയുടെ നിഴൽ വല്ലാതെ വ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്ത്. അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അൻവർ പക്ഷേ ഇത് പറഞ്ഞ സമയത്ത് സഖാക്കളുടെ ഹീറോ ആയി മാറുന്നുണ്ട് ഒരു ദിവസത്തേക്കെങ്കിലും. ശരി, KM ബഷീർ, വിവരാവകാശ പ്രവർത്തനം കൂടി നമ്മോടൊപ്പം ചർച്ചയിൽ. ശ്രീ KM ബഷീർ, താങ്കൾക്ക് ഈ സുജിത് ദാസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാനുള്ളത്. സുജിത് ദാസ് ഇന്ന് വീണ്ടും ജോലിയിൽ കയറിയിരിക്കുന്നു. അദ്ദേഹം 3 ദിവസത്തെ അവധി കഴിഞ്ഞ് ഇന്ന് ജോലിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഉയർന്ന ആരോപണങ്ങൾ ചെറുതല്ല, പുറത്തു വന്ന ശബ്ദരേഖയും ചെറിയ കാര്യമല്ല. എങ്ങനെയാണ് അദ്ദേഹത്തിന് എങ്ങനെ ജോലിയിൽ തുടരാൻ സാധിക്കുന്നത്? ഇത് കേരള സർക്കാർ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്താതെ സർവീസിൽ തുടരാൻ അനുവദിക്കുകയാണെങ്കിൽ കേരളത്തിലെ പോലീസ് വലിയ ഒരു ഭീകരവാദത്തിന് തന്നെ കൂട്ടുനിൽക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണമായി മാറും. എനിക്ക് വളരെ വ്യക്തമായി പറയാനുള്ളത്, ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്വർണം കള്ളക്കടത്ത് നടന്നത് ഡൽഹിയിലും ഗുജറാത്തിലെ അഹമ്മദാബാദ് എയർപോർട്ടിലെല്ലാം ആയിരുന്നു. ആ റെക്കോർഡ് തകർത്തി ഏതാണ്ട് ആഴ്ചകൾ മുമ്പ് വരെ
ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കള്ളക്കടത്ത് മനുഷ്യൻ്റെ പല ശരീരഭാഗങ്ങളിലും മറ്റുമായി സ്വർണ്ണക്കടത്ത് വരുന്നതിൽ കോഴിക്കോട് വിമാനത്താവളം ഇന്ത്യയിൽ തന്നെ 1-ാം സ്ഥാനത്തെത്തി. അതിനുള്ള പ്രധാന കാരണം ഈ സുജിത് ദാസ് IPS എന്ന മലപ്പുറത്തുണ്ടായിരുന്ന SP തന്നെയാണ്. അദ്ദേഹം മലപ്പുറത്ത് നിന്ന് ഒരുപാട് വിമർശനങ്ങളും പ്രശ്നങ്ങളും കൊലപാതക കേസുകളുമായി ഇവിടെ നിന്ന് സ്ഥലം മാറ്റിയിട്ടും മലപ്പുറത്തെ SP എന്ന പദവിയിൽ ഇല്ലാതിരുന്നിട്ടും കരിപ്പൂർ വിമാനത്താവളത്തിലെ സ്വർണ്ണക്കടത്ത് അദ്ദേഹത്തിൻ്റെ കരങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ടു എന്നുള്ളതാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത്. ഒരു 5 അംഗ നെക്സസ് ആണ് ഈ കള്ളക്കടത്ത് കരിപ്പൂരിൽ നിയന്ത്രിക്കുന്നത്. സുജിത് ദാസ് ആദ്യം കസ്റ്റംസിലെ ഒരു ഓഫീസറായിരുന്നു. അദ്ദേഹം ആദ്യം കസ്റ്റംസിൽ വർക്ക് ചെയ്തുകൊണ്ട് IPS നേടി പോലീസിലേക്ക് വന്ന ചരിത്രമെല്ലാം കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു. അന്നുണ്ടാക്കിയ ഒരു കോക്കസ് ഇന്നും വളരെ ആക്റ്റീവാണ്. അതിൽ ചിലരുടെ പേര് തന്നെ പറയുന്നതിൽ എനിക്ക് അതൊരു ഭയവുമില്ല. അമൻ ഗോവർ, അദ്ദേഹം ഇപ്പോൾ സൂപ്രണ്ടാണ്, വളരെ കാലമായി കരിപ്പൂരിൽ തന്നെ തുടരുന്നു. പിന്നെ മലയാളിയായ KK പ്രവീൺ, അദ്ദേഹം ഇപ്പോൾ അസിസ്റ്റൻറ്റ് കമ്മീഷണറായി പ്രൊമോഷനായി. ഇപ്പോഴും അദ്ദേഹം എവിടെയും മാറാതെ പല കോക്കസുകളുടെയും സഹകരണത്തോടെ കരിപ്പൂരിൽ തന്നെ തുടരുകയാണ്. പിന്നെ ഹനീഷ് എന്ന കേരള പോലീസിലെ ഒരു സാധാരണ സ്പെഷ്യൽ ബ്രാഞ്ച് ഇൻസ്പെക്ടർ, ഷിബു എന്ന കരിപ്പൂരിലെ മുൻ SHO, അദ്ദേഹം പ്രൊമോഷനായി ഇവിടെ നിന്ന് ട്രാൻസ്ഫറായി. അദ്ദേഹത്തെ DYSP ആയ ഷിബുവിനെ വീണ്ടും കരിപ്പൂരിൻ്റെ അണ്ടർവേൾഡ് നിയന്ത്രണം ഏറ്റെടുക്കാൻ വേണ്ടി കുണ്ടോട്ടിയിൽ DYSP ആക്കി നിയമിച്ചിരിക്കുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതും പത്തനംതിട്ടയിൽ SP ആയിക്കൊണ്ടിരിക്കെ ഈ സുജിത് ദാസ് ആണ് എന്നുള്ളതാണ് വളരെ വ്യക്തം. ബിലീവ് ഇറ്റ് ഓർ നോട്ട്, ഇതാണ് സത്യം. പിന്നെ ഈ വിവരങ്ങളെല്ലാം വെച്ച് ഈ പ്രശ്നങ്ങളെല്ലാം 2-3 വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ പലരെയും അറിയിച്ചതാണ്. മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. എൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിരവധി തവണ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിന് മൊഴി കൊടുത്തിട്ടുണ്ട്. കുണ്ടോട്ടി DYSPക്ക് മൊഴി കൊടുത്തിട്ടുണ്ട്. അതിലെല്ലാം തെളിവുകൾ എൻ്റെ കൈവശമുണ്ട്. മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ വ്യക്തമായ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സുജിത് ദാസ് വളരെ വ്യക്തമായി അദ്ദേഹത്തിൻ്റെ ദൗത്യം തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു സെറ്റിങ്സ്, ഈ കള്ളക്കടത്ത് സെറ്റിങ്സ് എന്ന ഒരു സംവിധാനമുണ്ട്. അതാണ് ഞാൻ നേരത്തെ വെളിപ്പെടുത്തിയ KK പ്രവീണും അമൻ ഗോവറും സുജിത് ദാസിൻ്റെ ടീമും എല്ലാം കൂടി ചെയ്യുന്നത് സെറ്റിങ്സാണ്. ഗൾഫിൽ നിന്ന് കള്ളക്കടത്ത് കൊണ്ടുവരണമെങ്കിൽ ശരീരഭാഗങ്ങളിലോ മറ്റോ ഏതെങ്കിലും വഴിയിലൂടെ സ്വർണം കരിപ്പൂരിൽ ഇറക്കണമെങ്കിൽ അവിടെയുള്ള കള്ളക്കടത്ത് സംഘം അമൻ ഗോവറുമായി ബന്ധപ്പെടുന്നു. അപ്പോൾ അതിനെല്ലാം അനുവാദം നൽകുന്നു. കരിപ്പൂരിലെത്തുന്ന സ്വർണം പ്രവീൺ സ്കാൻ ചെയ്യുന്നു. ആ സ്കാനിങ്ങിൽ അവർ വ്യക്തമായി ഈ കള്ളക്കടത്ത് സ്വർണം കണ്ടെത്തിയാൽ ഉടനെ തന്നെ സുജിത് ദാസിൻ്റെ ടീമിന് വിവരം നൽകുന്നു. സുജിത് ദാസ് അത് SHO ഷിബു, ഇപ്പോഴത്തെ കൊണ്ടോട്ടി DYSPക്ക് കൈമാറുന്നു. അങ്ങനെ ഈ ടീം കരിപ്പൂർ വിമാനത്താവളത്തിൻ്റെ കമ്പൗണ്ടിൽ വന്ന് വളരെ സുഖമായിട്ട്, അതായത് പ്രവീൺ കുമാറിൻ്റെയും അമൻ ഗോവറിൻ്റെയും കണ്ണിൻ്റെ മുമ്പിൽ കൂടെ പച്ചയായി ഇറങ്ങുന്ന സ്വർണ്ണക്കടത്ത് സുജിത് ദാസിൻ്റെ നേതൃത്വത്തിൽ പുറത്തുനിന്ന്, എയർപോർട്ടിൻ്റെ പുറത്തു നിന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നു, എക്സ്റേ ചെയ്യുന്നു, ശരീരത്തിനുള്ളിൽ നിന്ന് അത് വലിച്ചെടുക്കുന്നു. എത്ര സുന്ദരമായ, കേൾക്കുമ്പോൾ സുജിത് ദാസ് ഒരു അത്ഭുത മനുഷ്യൻ. അദ്ദേഹത്തെ സംസ്ഥാന സർക്കാർ പ്രത്യേക മെഡലുകൾ നൽകി ആദരിക്കുന്നു. ഭയങ്കരം, ദാറ്റ്സ് ഇൻക്രെഡിബിൾ. ഇത്രയും അത്ഭുതകരമായ, ഇത്രയും പ്രഗത്ഭനായ ഒരു SP കേരളത്തിലില്ല എന്ന് പറയുന്നത് വാഴ്ത്തുന്നു. കസ്റ്റംസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ആരാണ് ചെയ്യുന്നത്? ഈ കോക്കസിൽപ്പെട്ട ആളുകൾ തന്നെ. കോഴിക്കോട് മാനാഞ്ചിറയിലുള്ള ഈ കോക്കസിൻ്റെ 10 വിരലുകളിൽ ചില വിരലുകൾ തന്നെയാണ് അന്വേഷണം നടത്തുന്നത് ഡെപ്യൂട്ടി കമ്മീഷണർ. അതുകൊണ്ട് എന്ത് കാര്യം? ഞങ്ങൾ അത് ചീഫ് കമ്മീഷണർക്ക് മെയിൽ ചെയ്യുന്നുണ്ട് നാളെ. തീർച്ചയായും അത് കൊച്ചിയിലുള്ള ചീഫ് കസ്റ്റംസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ശക്തമായി അന്വേഷണം ചെയ്താലാണ് കസ്റ്റംസിൻ്റെ അന്വേഷണം ഏതെങ്കിലും ഫലവത്താവുകയുള്ളൂ. അല്ലെങ്കിൽ അത് വീണ്ടും മുക്കപ്പെടും. അപ്പോൾ ഇങ്ങനെ പിടിക്കപ്പെടുന്ന സ്വർണം നേരെ കൊണ്ടോട്ടിയിൽ പോയി നമ്മുടെ പ്രിയങ്കരനായ ഉണ്ണി ഒരു സാധാരണ തട്ടാൻ എന്ന് പറയും, സ്വർണം ഒരുക്കുന്ന ജോലി. അദ്ദേഹം മോഡലും ഡിസൈനിങ് ഒന്നും ചെയ്യുന്ന ആളല്ല, സ്വർണം ഒരുക്കുന്ന പണി മാത്രമാണ് അദ്ദേഹത്തിന് അറിയൂ.
അദ്ദേഹത്തിൻ്റെ ഷോപ്പിൽ കൊണ്ട് ഇന്ന് അദ്ദേഹത്തിന് ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങളുടെ ഷോപ്പുണ്ട്. കൊണ്ടോട്ടിയിലും ബാംഗ്ലൂരിലും മറ്റും കെട്ടിടങ്ങളുണ്ട്. കോടികളുടെ വീട് കഴിഞ്ഞ ദിവസം അദ്ദേഹം വീട്ടിൽ താമസിച്ച് തുടങ്ങി. അങ്ങനെ എന്തിനാണ് ഈ സ്വർണം ഉണ്ണിയുടെ അടുത്ത് കൊണ്ട് ഉരുക്കുന്നത്? കസ്റ്റംസിനകത്ത് തന്നെ CCTV സംവിധാനങ്ങൾ വെച്ച് അവിടുന്ന് തന്നെ ഒരുക്കിക്കൂടെ? ഇങ്ങനെ ഉരുക്കുന്ന സ്വർണത്തിൽ 1 കിലോ പിടിച്ചതാണെങ്കിൽ 250 ഗ്രാമോളം ഇവരെല്ലാം വീതിച്ചെടുക്കുന്നു. അങ്ങനെ എത്ര കിലോ സ്വർണ്ണമാണ് ഇങ്ങനെ സെറ്റിംഗ്സിലൂടെ പിടിക്കുന്നത്? എത്ര കിലോ ഇവർ അടിച്ചു മാറ്റുന്നു? ഈ ഗുരുതരമായ ആരോപണമാണ്. 2 വർഷം മുമ്പ് താങ്കൾ സർക്കാരിനോട് പറഞ്ഞ പല പരാതികളിലും ഒരു അനക്കവും ഉണ്ടായിട്ടില്ല എന്ന വിവരവും ഇപ്പോൾ കസ്റ്റംസിന്റെ അന്വേഷണവും പ്രഹസനമാണ് എന്നതിന്റെ തെളിവുകളാണല്ലോ താങ്കൾ ഇപ്പോൾ മുന്നോട്ട് വെച്ചത്. ഇത് ജനം കേൾക്കുന്നുണ്ട്. ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇത് വെക്കുക എന്നുള്ളതാണ് തൽക്കാലം നമ്മുടെ മുന്നിലുള്ള വഴി. കാരണം സർക്കാർ ഇതിൽ പ്രവർത്തിച്ചിട്ടില്ല എന്നതിന്റെ തെളിവുകളാണല്ലോ നമ്മുടെ മുന്നിൽ ഉള്ളത്. ശ്രീ ജയരാജ്, ഇപ്പോൾ പിണറായി മുഖ്യമന്ത്രിയായത് സ്വന്തം നിലയ്ക്കല്ല, ജനങ്ങളാക്കിയതാണ് മുഖ്യമന്ത്രിയെ, പാർട്ടിയാക്കിയതാണ് മുഖ്യമന്ത്രിയെ, പിണറായി വിജയനെ എന്നുള്ള ഒരു പ്രതികരണം കൂടി അൻവർ പുറത്ത് പരസ്യമായി നടത്തിയത് താങ്കളും കേട്ടിരിക്കുമല്ലോ. അപ്പോൾ ഉന്നം മുഖ്യമന്ത്രിയാണ്, ഉന്നം പിണറായി വിജയനാണ്. പിണറായി വിജയൻ പല്ലും നഖവും കൊഴിഞ്ഞിരിക്കുന്നു എന്ന് ഡോക്ടർ ആസാദും നിരീക്ഷിക്കുന്നു. എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? എന്തുകൊണ്ട് അൻവറിന് ഇങ്ങനെ പരസ്യമായി പ്രതികരിക്കാൻ ധൈര്യം വരുന്നു? സ്മൃതി, ആദ്യമായിട്ട് പറയേണ്ടുന്നത് 1975 മുതലുള്ള 75 വരെ സമീപകാലത്തുള്ള കണക്കെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പോലീസ് ഉദ്യോഗസ്ഥരും ക്രിമിനലുകളായിട്ടുള്ള നെക്സസിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് കഴിയും. കാരണം കഴിഞ്ഞ 10 വർഷത്തെ ട്രാക്ക് റെക്കോർഡ്, ആഭ്യന്തര വകുപ്പിൻ്റെ ട്രാക്ക് റെക്കോർഡ് എടുത്ത് പരിശോധിക്കുകയാണ്. ഏതാണ്ട് 100-ലധികം ഉദ്യോഗസ്ഥരെ സേനയിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു. അത്രയും ബോൾഡായിട്ടുള്ളൊരു സമീപനം പിണറായി വിജയൻ്റെ ഭരണകാലത്താണ് ആഭ്യന്തരമന്ത്രി അയക്കുന്ന കാര്യത്താണ് നടന്നതെന്നുള്ള കാര്യം നമ്മൾ കാണാതിരുന്നൂടെ. പിന്നെ ബാക്കി സംസാരിക്കുന്നതെല്ലാം ഊഹാപോഹങ്ങളാണ്. സാധാരണ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കുന്നതിനെ കുറിച്ചല്ലോ, തലപ്പത്തിരിക്കുന്നവരുടെ ക്രിമിനലുകളാണ് എന്ന വിവരമല്ലേ പുറത്തേക്ക് വരുന്നത്. അതിന്മേലെന്താണ് നടപടി? ഉദ്യോഗസ്ഥന്മാരായ ഒരു പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിച്ചു. തലപ്പത്തിരിക്കുന്നവരെ കുറിച്ച് ഇതിനെക്കുറിച്ച് ദേശീയ സുരക്ഷയെ സ്മൃതി ഞാനൊരു കാര്യം പറയട്ടെ. ഈ ദേശീയ സുരക്ഷയെ വരെ വെല്ലുവിളിയാവുന്ന വലിയ വിവാദം അറിയാമല്ലോ, സ്പൈസ് ഫ്രം ദ സ്കൈ, ISRO ചാരക്കേസ്. അന്നേരം ഭരണപക്ഷത്തുള്ള മുഴുവൻ MLA-മാരുമാണ് ഒരു മുഖ്യമന്ത്രിയെ തള്ളി താഴെയിടാൻ വേണ്ടിയിട്ട് മുന്നിൽ നിന്നും പിന്നിൽ നിന്നും എല്ലാം കുത്തിയത്. സംസാരിക്കൂ ശ്രീ ജയരാജ്. അല്ല, ചരിത്രം പറയാതെ എങ്ങനെയാണ് നമ്മൾ ചരിത്രം എല്ലാ ചരിത്രവും ഒരുപോലെയല്ലോ പറ്റുമോ? അല്ല, നമുക്ക് എല്ലാ ചരിത്രത്തിലും എല്ലാ കാര്യങ്ങളും ഒരുപോലെ സാമാന്യവൽക്കരിക്കാൻ പറ്റുമോ? എല്ലാ ചരിത്രവും ഒരുപോലെയല്ല. ആദ്യമായാണ് ഇത്തരം ഒരു കാര്യം സംഭവിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ചില അനുമാനങ്ങളും ആദ്യമായിട്ടാണ് ഇത്തരം ഉണ്ടാവുന്നത്. ആദ്യമായിട്ടാണ് പിണറായി വിജയനെതിരെ മുന്നണിയിൽ നിന്നും ഭരണകക്ഷി MLA-മാരിൽ നിന്നും ഒരു പടയൊരുക്കം ഉണ്ടാകുന്നത്. ആദ്യമാണ്. എന്താ സംശയം? അത് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയിലേക്കും. ഒരു മിനിറ്റ്, വിഷ്ണു വരാം. ജയരാജ് പറയട്ടെ. ഇപ്പൊ ആരാണ് സംസാരിക്കുന്നത്? താങ്കൾ പറയൂ. അങ്ങനെയുള്ള ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു, ഇതിനകത്തുള്ള പുഴുക്കുത്തുകളെ മാറ്റിയിരിക്കും, കൃത്യമായ നടപടി ഉണ്ടാവും, ഒരു ദിവസം കൊണ്ട് നടപടി എടുക്കാൻ പറ്റുമോ? അന്വേഷണം നടക്കുന്നതിന് മുമ്പിലെ ഇതെന്ത് സ്വിച്ചിട്ട ലൈറ്റ് എത്തുന്ന യോഗമാണ് ആദ്യമേ വിളിച്ചത്. നോക്കൂ, ഉന്നയിക്കപ്പെട്ട ആരോപണം ക്രൈം നടന്നു എന്നുള്ളതാണല്ലോ. IPS ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചു. ഇതിന്റെ ഘട്ടം ഘട്ടമായി പറഞ്ഞു തരാം. IPS ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചു, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു. അതിനുശേഷം നിയമിച്ചത് IPS റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ തന്നെയാണ്. എന്തുകൊണ്ട് ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഒരു ഉത്തരവിറങ്ങിയില്ല? ഡോക്ടർ B ജയരാജന്റെ ആദ്യത്തെ ചോദ്യം അതാണ്. എന്തുകൊണ്ട് ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഒരു ഉത്തരവിറങ്ങിയില്ല? ആരോപണം ക്രൈം ചെയ്തു എന്നുള്ളതാണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു ഉത്തരവിറങ്ങിയില്ല? ക്രൈം ചെയ്തോ എന്നുള്ളത് തെളിയട്ടെ ആദ്യമേ. എങ്ങനെ തെളിയുന്നേ? ഈ അന്വേഷണത്തിൽ എങ്ങനെ തെളിയും? സാങ്കേതികത്വത്തിൽ പിടിച്ചുള്ള കളിയാണ്. അതെങ്ങനെ? ADGPക്ക് താഴെയുള്ള ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകുമോ? അജിത് കുമാറിനെതിരെ റിപ്പോർട്ട് നൽകുമോ? DGPക്കല്ലേ റിപ്പോർട്ട് കൊടുക്കുന്നത്?
DGP-ക്ക് റിപ്പോർട്ട് കൊടുക്കുന്ന അന്വേഷിക്കുന്ന ആരാണ്? CBI കൊണ്ട് ഡോക്ടർ ബി ജയരാജ്, താങ്കൾ ഇവിടെ സാമാന്യ ബുദ്ധിയുള്ളവരോടാണല്ലോ സംസാരിക്കുന്നതല്ലേ? എത്ര സമയം എടുക്കും ഇതിന്റെ റിപ്പോർട്ടർ ഉണ്ടാവും? പൊതുജനം വിഡ്ഢികളൊന്നും അല്ല ഡോക്ടർ ബി ജയരാജ്. അതെ, ADGP അന്വേഷണത്തിന് ഇറങ്ങിത്തിരിക്കുകയല്ല. അദ്ദേഹത്തിന്റെ കീഴിലുള്ള 4 ഉദ്യോഗസ്ഥരാണ് അന്വേഷിക്കുന്നത്. ആ 4 ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് അജിത് കുമാറിന്റെ കീഴുദ്യോഗസ്ഥരാണെന്നേ. ഈ റിപ്പോർട്ട് കിട്ടി ബോധിച്ചു എന്ന് പറയുന്ന റോൾ മാത്രമേ DGP-ക്ക് ഉള്ളൂ. ശ്രീ ബി ജയരാജ്, ക്യാപ്റ്റൻ ഇറങ്ങി അന്വേഷിക്കുന്നില്ല ഡോക്ടർ ജയരാജ്. ക്യാപ്റ്റന്റെ കാര്യമൊന്നും പറയണ്ട, ക്യാപ്റ്റന്റെ കാര്യം പറയണ്ട. ക്യാപ്റ്റൻ DGP ആണെങ്കിൽ DGP എന്തുകൊണ്ട് ADGP-യെ മാറ്റി നിർത്തിയില്ല എന്നുള്ളത് അദ്ദേഹത്തിന് നീരസമുണ്ട്. അത് ആ വാർത്ത താങ്കൾ കണ്ടില്ലേ? ADGP-യെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റി നിർത്താനുള്ള അന്വേഷണത്തിൽ ഒരു മിനിറ്റ് വിഷ്ണു, ഞാനൊന്ന് പറയട്ടെ. വിഷ്ണു ഒരു മിനിറ്റ്. വിഷ്ണു അങ്ങനെ പറഞ്ഞാൽ ആര് പറയുന്നു വ്യക്തതയുണ്ടാവില്ല. ഡോക്ടർ ബി ജയരാജ്, ഈ DGP-ക്ക് ഈ അന്വേഷണം ഈ ADGP-യെ മാറ്റി നിർത്താതെയുള്ള അന്വേഷണത്തിൽ അദ്ദേഹത്തിന് തന്നെ അനിഷ്ടമുണ്ട്. ഈ വാർത്തയും താങ്കൾ കണ്ടതല്ലേ? അപ്പോൾ ക്യാപ്റ്റൻ ആരാണെന്ന് താങ്കൾ ചോദിക്കുന്നതിൽ എന്താണ് അർത്ഥം? താങ്കൾ ഉദ്ദേശിച്ച ക്യാപ്റ്റൻ പിണറായി വിജയനാണോ? അദ്ദേഹം അത് പറഞ്ഞതുമില്ല. നമ്മളെല്ലാം ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിൽ, ഊഹാപോഹം ഒന്നല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. അൻവർ പുറത്തു പറഞ്ഞ കാര്യങ്ങളാണ്. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. അൻവർ പറഞ്ഞ പല ആരോപണങ്ങളുടെയും മുനയൊടിച്ചുകൊണ്ടാണല്ലോ ഞാൻ സംസാരിച്ചത്. എങ്ങനെ മുനയൊടിച്ചു? കേട്ടതല്ലേ? പല ആരോപണങ്ങളുടെ മുനയടിച്ചുകൊണ്ടാണ്. നോക്കൂ, PV അൻവർ ഒരു വിശുദ്ധനാണെന്നും അദ്ദേഹം ഒരു വിപ്ലവം ഉണ്ടാക്കുമെന്നും നമ്മൾ കരുതുന്നില്ല. ഇപ്പോൾ ഉയർത്തുന്ന വിവാദങ്ങൾ, ആരോപണങ്ങൾ ഗൗരവത്തിലുള്ളത് കൊണ്ട് മാത്രമാണ്. ഇയാളുടെ വീടിനെ കുറിച്ചുള്ള ആരോപണം എങ്ങനെ? ശരി, ഒരു വീടുമായിട്ട് കുറച്ചു നേരമായി വീടുമായിട്ട് നിൽക്കുന്നു. ശരി ശരി. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, എടുത്ത് പരിശോധിക്കാം. ആ സ്ക്വയർ ഫീറ്റ് ഒന്ന് മാറിപ്പോയി, തെറ്റിപ്പോയി. അതിൽ പിടിച്ചുകൊണ്ടാണ് ഡോക്ടർ ബി ജയരാജ് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീട് മണിമാളികയാണോ, എത്ര കോടിയുടേതാണെന്ന് എന്ന കണക്കിലൊന്ന് അദ്ദേഹത്തിന് തെറ്റുപറ്റിയെന്ന്. PV അൻവർ ഒരു വിശുദ്ധനാണ് എന്നൊന്നും നിങ്ങളും കരുതുന്നില്ലല്ലോ. PV അൻവറിന് ഒരു മിനിറ്റ്, ഞാൻ ജ്യോതികുമാർ ചാമക്കാലയോട് ചോദിക്കട്ടെ. ശ്രീ ജയരാജ്, ജ്യോതികുമാർ ചാമക്കാല പറയട്ടെ. VD സതീശന് വന്ന ഒരു കണ്ടെയ്നർ നോട്ടിനെ കുറിച്ച് അപ്പോൾ PV അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ 2 സ്റ്റാൻഡ് ഉണ്ടോ? ശ്രീ ചാമക്കാല, PV അൻവറിനെതിരെ നിരവധി കേസുകളുണ്ട്. ആ കേസുകളൊക്കെ അടുക്കിപ്പെറുക്കി ഇപ്പോൾ തന്നെ അവിടെ അന്വേഷണ സംഘത്തിന്റെ പക്കൽ എത്തിക്കഴിഞ്ഞു എന്നുള്ള വിവരം കിട്ടുന്നുണ്ട്. കാരണം ADGP ഉന്നയിച്ച പരാതിയിലും കൂടിയാണല്ലോ അന്വേഷണം. അതെന്താണ് പരാതി എന്ന് പറയുന്നില്ല, ADGP-യുടെ പരാതി കൂടിയാണല്ലോ ഈ സംഘം അന്വേഷിക്കുന്നത്. അപ്പോൾ അൻവറിനെതിരായ ഒരു കുറ്റപത്രമായി അന്വേഷണ റിപ്പോർട്ട് മാറുമോ? ശ്രീ ചാമക്കാല, ഇവിടെ ഇടത് നിരീക്ഷകനായി വന്നിരിക്കുന്നയാൾ പറയുന്നത് അദ്ദേഹം തന്നെ PV അൻവറിൻ്റെ എല്ലാ ആരോപണങ്ങളുടെയും മുനയെ ഒടിച്ചു എന്നാണ്. അപ്പോൾ പിന്നെ ഇനി അന്വേഷണവും വേണ്ട, ആരോപണവും വേണ്ടല്ലോ. ഏതായാലും അത് അവിടെ നിൽക്കട്ടെ. ഇവിടെ അദ്ദേഹം പിന്നീട് ചോദിച്ചത് ശ്രീ VD സതീശനെതിരായിട്ട് വന്നിട്ടുള്ള ആരോപണത്തെ സംബന്ധിച്ചാണ്. ശ്രീ VD സതീശനെതിരായിട്ട് വന്നിട്ടുള്ള ആരോപണത്തെ സംബന്ധിച്ച് കഴമ്പുണ്ടെങ്കിൽ കേരള പോലീസ് അന്വേഷിക്കട്ടെന്നേ, കണ്ടെത്തണമെന്നേ, ഒരു തർക്കവുമില്ല. പക്ഷേ ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരായി വളരെ നീചമായി നടത്തിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ആ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത് PV അൻവറാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്നാണ്. ആ DNA പരിശോധിക്കണമെന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ എൻഡോഴ്സ് ചെയ്തത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. PV അൻവറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എൻഡോഴ്സ് ചെയ്തത്. ഞാൻ അതിന് അപ്പുറത്തേക്ക് ഒന്നും പറയുന്നില്ല പിണറായി വിജയനും PV അൻവറും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച്. ഇവിടെ അദ്ദേഹം പറയുന്നത് എന്താണ്, പിന്നെ സേനയിൽ നിന്ന് 100 പേരെ പുറത്താക്കി, വലിയ കാര്യമായി പോയി. ഇവിടെ വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. പിന്നീട് ചോദിക്കുന്നത് എന്താണ്, അന്വേഷിക്കുന്നയാൾ, ഞാൻ ചോദിക്കുന്നത് അന്വേഷണ ചുമതലയുള്ള IG-യും DIG-യും ലോ ആൻഡ് ഓർഡറിലല്ല ഇരിക്കുന്നത്. മിനിമം ഇവരെ രണ്ട് സെക്ഷനിൽ നിന്നെങ്കിലും എടുത്തൂടെ? അതിന് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് എന്താണ്? ഈ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് ADGP-യെ മാറ്റി നിർത്തുക. അത് മാറ്റി നിർത്തുമ്പോൾ തന്നെ പൊതുസമൂഹത്തിന് മനസ്സിലാവും ഗവൺമെൻറ് ഇൻറ്റൻഷൻ, ഇച്ഛാശക്തിയെ സംബന്ധിച്ച് ജനങ്ങൾക്ക് മനസ്സിലാവും. എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? ഇവിടെ ഗവൺമെൻറ് ഇച്ഛാശക്തി എന്താണെന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവുന്നേ. ഒരു കാരണവശാലും ഈ MR അജിത് കുമാറിന് നേരെ വാളാങ്ങാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഒരു നടപടി എടുക്കാനുള്ള ആർജവം കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിക്കില്ല. ശരി, P ശശിക്കെതിരായ ഒരു നടപടി എടുക്കാനുള്ള ആർജവം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഞാൻ പറഞ്ഞോട്ടെ പ്ലീസ് സ്മൃതി, ഇനി പാർട്ടിക്കെതിരെ പറഞ്ഞ കുറേ ആരോപണങ്ങളുണ്ടല്ലോ, ആ നടപടി എടുക്കാനുള്ള ആർജവമില്ല. ഇനി MV ഗോവിന്ദൻ ഉണ്ടോ എന്നറിയട്ടെ. ഇവിടെ BJP-യുടെ പ്രതിനിധി കുറച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു, എനിക്ക് അത് കൃത്യമായി മറുപടി പറഞ്ഞേ പറ്റൂ. സ്മൃതി, അദ്ദേഹം പറഞ്ഞെന്താ, BJP നേതാക്കളെ ആർക്കും പോയി കാണാം. ഇവിടെ പ്രകാശ് ജാവദേക്കർ EP ജയരാജനെ പോയി കണ്ടതാണോ? EP ജയരാജൻ പ്രകാശ് ജാവദേക്കറെ വന്നു കണ്ടതാണോ? പ്രകാശ് ജാവദേക്കർ അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുണ്ടോ? അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ?
ഇവിടെ രാജീവ് ചന്ദ്രശേഖരനും ഇ പി ജയരാജനും തമ്മിലുള്ള ബാന്ധവം എന്താ ബിസിനസ് ബാന്ധവത്തെ സംബന്ധിച്ച് നിങ്ങൾക്കറിയില്ലേ? ഇനി അദ്ദേഹം പറയുന്നത് ദത്താത്രേയ ഹൊസബിളയെ സംബന്ധിച്ച് ഞങ്ങളുടെ ചോദ്യം ADGP കണ്ടിരുന്ന ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ട്, കണ്ട സമയം പറഞ്ഞിട്ടുണ്ട്, ഏത് സാഹചര്യത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ആരോടൊപ്പമാണ് പോയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്, ഹയാത്തിൽ നിന്നാണ് പോയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് ആർക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ADGPയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ഇതുവരെ പ്രതികരിച്ചില്ലല്ലോ. BJP നേതാക്കന്മാർ മാത്രമാണല്ലോ മുട്ടിന് പ്രതികരിക്കുന്നത്. ഇനി അദ്ദേഹം പറയുന്നത് ഇവിടെ പ്ലീസ് തീരട്ടെ, ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞതിന് മറുപടി മാത്രം, കോൺഗ്രസിനെ സംബന്ധിച്ച് പറഞ്ഞതിനുള്ള മറുപടി മാത്രം. അദ്ദേഹം പറയുന്നത് പിന്നെ തൃശ്ശൂരിൽ BJP ജയിച്ചതോടെ ചെമ്പരത്തി പൂ വെച്ചു കോൺഗ്രസ് നേതാക്കന്മാർ ഉൾപ്പെടെയാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി 19 സ്ഥലത്തും ചെമ്പരത്തി പൂ വെച്ചിരിക്കുന്നത് BJP ആണല്ലോ. രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ആളുകൾ ചെമ്പരത്തി പൂവുമായി വെച്ച് നടക്കുന്നത്. ഇനി ഇവിടെ BJPയെ സംബന്ധിച്ചും CPM-നെ സംബന്ധിച്ച് അവരുടെ ബാന്ധവം ലോക്നാഥ് ബെഹ്റ ഉൾപ്പെടെ, ലോക്നാഥ് ബെഹ്റ DGP ആയിരിക്കുമ്പോൾ ഇവരുടെ പാലമായിരുന്നു, ഇപ്പോ MR അജിത് കുമാർ പാലമാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞ പുനർജനിയെ സംബന്ധിച്ചും അതുപോലെ തന്നെ സോളാറിനെ സംബന്ധിച്ചുമാണ്. പറഞ്ഞു തീർന്നോട്ടെ. പുനർജനിയെ സംബന്ധിച്ച് അല്ല, ഞാൻ പറഞ്ഞ മറുപടിയെ പറഞ്ഞുള്ളൂ, ചോദിച്ചുള്ള മറുപടി പറയണ്ടേ, ആരോപണങ്ങൾക്ക് മറുപടി ഉണ്ടേ. പുനർജനിയുമായി ബന്ധപ്പെട്ട് ഏത് അന്വേഷണത്തിനും തയ്യാറാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്. അന്വേഷിക്കട്ടെ, നിങ്ങൾക്ക് തർക്കമുണ്ടെങ്കിൽ ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിച്ചോട്ടെ, ഞങ്ങൾക്ക് തർക്കമില്ല. സോളാർ കേസ് അന്വേഷിച്ചത് CBI അല്ലേ സഹോദര ശ്രീ വിഷ്ണു? CBI അന്വേഷിച്ചല്ലേ ആ കുറ്റപത്രം കൊടുത്തത്. പിന്നെ നിങ്ങൾ തന്നെ ഈ സോളാറിന് പുറകെ പിടിക്കാൻ വന്ന BJP തന്നെ. അപ്പോൾ ഇവിടെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഇവിടെ ബാന്ധവം എവിടെയുള്ളത്? സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഒന്നും ചെയ്യുന്നില്ല. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട അന്വേഷണം എത്തുന്നില്ല. കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം എത്തുന്നില്ല. SFIOയുമായി ബന്ധപ്പെട്ട അന്വേഷണം എത്തുന്നില്ല. അതുപോലെ തന്നെ പൂരക്കലക്കലുമായി ബന്ധപ്പെട്ട അന്വേഷണം എത്തുന്നില്ല. SNC ലെവലുമായി ബന്ധപ്പെട്ട അന്വേഷണം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചൂണ്ടിക്കാണിക്കാറുണ്ട്. നമുക്ക് നോക്കാം. പാർട്ടി സമ്മേളന കാലയളവാണ്. ജനം കാണുന്നുണ്ട്, പാർട്ടി സഖാക്കൾ കാണുന്നുണ്ട്. ഈ പാർട്ടി എങ്ങോട്ട് പോകുന്നു, അൻവറിന്റെ വിപ്ലവം ഏതുവരെ എത്തുന്നു എന്ന് നമുക്ക് നോക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത ജ്യോതികുമാർ ചാമക്കാല, ഡോക്ടർ B ജയരാജ്, അഡ്വക്കേറ്റ് BG വിഷ്ണു, ഡോക്ടർ ആസാദ്, KM ബഷീർ.